ഹലോ നമസ്കാരം. അറിവ് പ്രോ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. ഇത് നമ്മുടെ ലോജിക്കൽ റീസണിങ് പാർട്ടിലെ ഒരു ചാപ്റ്റർ ആണ്. ഇത് നിങ്ങൾക്ക് 4 to 5 മാർക്സ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ ഏതോ ഒരു എക്സാമിൽ 3 മാർക്സ് വന്നിട്ടുള്ളൂ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്. ബട്ട് യൂഷ്വലി 4 to 5 മാർക്സ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പം നമുക്ക് തുടങ്ങാം. ഇതിനറിയേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്. ആ ബേസിക് കാര്യങ്ങൾ നിങ്ങൾ മുൻനിർത്തി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന്. ഓക്കെ, ഭയങ്കര എളുപ്പമാണ്. ഇതിൽ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് വരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ലീനിയർ അറേഞ്ച്മെന്റ്, ഒന്നെങ്കിൽ ഹൊറിസോണ്ടൽ ആയിരിക്കും അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിരിക്കും. എന്താണ് ഈ ലീനിയർ അറേഞ്ച്മെന്റ് എന്ന് വെച്ചാൽ, ആൾക്കാരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ക്ലാസ്സിലിരിക്കുക, നിങ്ങൾക്ക് ഇങ്ങനെ കുറേ റോസ് ഉണ്ടായിരിക്കുമല്ലോ. അതിലൊരു റോയിൽ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടി ഇരിക്കുന്നു. എല്ലാവരും നോർത്തിലോട്ട് നോക്കിയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എ എന്ന് പറയുന്ന ആള് ബിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലായിട്ടിരിക്കുന്നു, സി എന്ന് പറയുന്ന ആള് ബിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലായിട്ടിരിക്കുന്നു, ആൻഡ് ഡി എന്ന് പറയുന്ന ആള് എയുടെ തേർഡ് ടു ദ റൈറ്റ് ഓഫ് എ. തേർഡ് ടു ദ റൈറ്റ് ഓഫ് എ എന്ന് പറയുമ്പോൾ എയിൽ നിന്നും 3ാമത്തെ പൊസിഷനിൽ. അപ്പോൾ 1, 2, 3, തേർഡ് ടു ദ റൈറ്റ് ഓഫ് എ. അങ്ങനെ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് തരും. ആ കണ്ടീഷൻസ് എല്ലാം എടുത്തു വെച്ചിട്ട് നമ്മൾ അത് അപ്ലൈ ചെയ്ത് നമുക്ക് വേണ്ട ആൻസർ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്. അതാണ് ലീനിയർ അറേഞ്ച്മെന്റ് വരുന്നത്. പിന്നെ വെർട്ടിക്കൽ അറേഞ്ച്മെന്റും വരാം. അതായത് ചിലപ്പോൾ ഫ്ലാറ്റുകൾ തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ്സ് ഫസ്റ്റ് ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോറിൽ ഇവരാണുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരിക്കും. ഭയങ്കര സിമ്പിളാ അത്. പിന്നെ രണ്ടാമത്തെ വരുന്ന ടൈപ്പ് എന്ന് പറഞ്ഞാൽ സർക്കുലർ അറേഞ്ച്മെന്റ്, അതായത് വട്ടമേശ സമ്മേളനം. ഗൈസ്, സർക്കുലർ ടേബിൾ ആൾക്കാർ ഇരിക്കുന്നുണ്ടെന്ന് പറയും. എന്നിട്ട് അവർ ചിലപ്പോൾ സെന്ററിലോട്ടാണ് നോക്കിയിരിക്കുന്നതെന്ന് പറയുമായിരിക്കും. അപ്പോൾ സെന്ററിലോട്ടാണ് നോക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ, അല്ലെങ്കിൽ അവർ ഔട്ട്സൈഡ് ദ സെന്റർ, അല്ലെങ്കിൽ പുറത്തോട്ട് നോക്കിയിരിക്കാന്ന് പറയും. അതാകുമ്പോൾ ഇങ്ങനെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡയറക്ഷൻ ടെസ്റ്റ് പഠിച്ചല്ലോ. അത് പഠിച്ച് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഡയറക്ഷൻ അറിയാൻ. നോർത്ത് ആണെങ്കിൽ മുകളിലോട്ട്, സൗത്ത് ആണെങ്കിൽ താഴോട്ട്, ഈസ്റ്റ് ആണെങ്കിൽ റൈറ്റിലോട്ട്, ആൻഡ് വെസ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റിലോട്ട്, ഇങ്ങോട്ട് അങ്ങോട്ട്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഡയറക്ഷൻ അവിടെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. പിന്നെ 3ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് അതെന്ന് പറഞ്ഞാൽ പോളിഗൺസിനെ ബേസ് ചെയ്തിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് ഉള്ളത്. ഓക്കെ, അതായത് സർക്കിളിനെ പോലെ തന്നെ ആയിരിക്കും അതും വരിക. ഒന്നെങ്കിൽ കുറെ പോളിഗൺ ഉണ്ട്, അതായത് ഒരു പോളിഗൺ തന്നിട്ടുണ്ട്, ടേബിൾ ഒരു പോളിഗൺ പോലെ ഇരിക്കുക. ഇതിപ്പോ 6 സൈഡുള്ള പോളിഗണാണ്. 6 സൈഡുള്ള പോളിഗണിനെ ഹെക്സഗൺ എന്ന് വിളിക്കും. അപ്പോൾ ഹെക്സഗണിന്റെ കോർണറിൽ ഇരിക്കുകയാണെന്ന് പറയുന്നു. അവരെല്ലാം അകത്തോട്ട് നോക്കിയിരിക്കുന്നു. അപ്പോൾ ആൾക്കാർ അങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു പോളിഗണിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. അങ്ങനെ 3 ടൈപ്പാണ് വരുന്നത് ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അങ്ങനെ 3 ടൈപ്പിലാണ് വരുന്നത്. പിന്നെ ഇവിടുന്ന് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം കേട്ടോ, എ ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ബി ഇഫ് ബോത്ത് ഓഫ് ദം ആർ ലുക്കിംഗ് ടുവേർഡ്സ് നോർത്ത്. അതായത് എ എന്ന് പറയുന്ന ആള് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ബി. ഇമ്മീഡിയറ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത്, ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ തൊട്ട് ലെഫ്റ്റില്, ഇമ്മീഡിയറ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ തൊട്ട് റൈറ്റില്. ഇപ്പം നോർത്തിലോട്ടാണല്ലോ നോക്കിയിരിക്കുന്നത്. നോർത്തിന്റെ റൈറ്റ് അങ്ങോട്ടാ, ഈ സൈഡിലേക്കല്ലേ. അപ്പോൾ എ ഇവിടെ കയറിയിരിക്കും ഇമ്മീഡിയറ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ. പിന്നെ ഇത് ഞാൻ ലീനിയർ അറേഞ്ച്മെന്റ് കേസിലാണ് പറയുന്നത്. ഓക്കെ, അതേസമയം അത് സർക്കുലർ അറേഞ്ച്മെന്റ് ആയിരുന്നെങ്കിലോ, അവർ സെന്ററിലേക്ക് നോക്കിയിരിക്കാന്ന് വിചാരിക്കുക. ഓക്കെ, എല്ലാവരും സെന്ററിലേക്ക് നോക്കിയിരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട് എ ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ബി. അപ്പോൾ എ ഇവിടെ ഇരിക്കുകയാണ്, ബി ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ബിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ഉള്ളതെന്ന് ഇവിടുത്തെ ഒരു പൊസിഷനാണ്. ചിലപ്പോൾ ഇവിടെയൊക്കെ വരും. അതിപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, ഞാൻ വരച്ചതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ എ ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ്. അപ്പോൾ റൈറ്റ് ഇതല്ലേ, അപ്പോൾ റൈറ്റ് ഓഫ് ബി. അപ്പോൾ എ ഇവിടെ ഇരിക്കും.
നമുക്ക് എവിടെയൊക്കെ വേക്കൻസി ഉണ്ടോ അവിടെയൊക്കെ കയറ്റി ഇരുത്തുക, ഇരിക്കേണ്ടടുത്ത് ഇരിക്കേണ്ടവരെ ഇരുത്തുക. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യെസ്. ഇനി രണ്ടാമത്തെ കാര്യം, അതാണ് ഫസ്റ്റ് കോൺസെപ്റ്റ്. ഇമ്മീഡിയറ്റ് റൈറ്റ്, ഇമ്മീഡിയറ്റ് ലെഫ്റ്റ്. ഇപ്പോൾ ലെഫ്റ്റ് ആയിരുന്നെങ്കിൽ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലോട്ട് എടുത്ത് വെക്കുക, നമ്മൾ അപ്പുറത്തെ സൈഡിൽ ലെഫ്റ്റിലേക്ക് വെക്കുക. പിന്നുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എ ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ബി. സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ബി ഇഫ് എവ്രി വൺ ഈസ് ലുക്കിംഗ് ടുവേർഡ്സ് നോർത്ത്. സൗത്തിലേക്കാണെങ്കിൽ അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ നിങ്ങൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റുക. നമ്മൾ ഡയറക്ഷൻ ടെസ്റ്റ് പഠിച്ചു, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിൽ പറയാത്തത്. അപ്പോൾ എന്താ പറഞ്ഞ എ ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ബി. അപ്പോൾ ബി ഇവിടെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എ ആണെങ്കിൽ സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ബി ആണ്. അപ്പോൾ ഇതാണ് റൈറ്റിലെ ഫസ്റ്റ് പൊസിഷൻ, ഇതാണ് റൈറ്റിലെ സെക്കൻഡ് പൊസിഷൻ. സോ എ എവിടെ ഇരിക്കുന്നത്? ഇവിടെ. ഇപ്പൊ തേർഡ് ആണ്. ഇപ്പൊ സി ആണെങ്കിൽ തേർഡ് ടു ദ റൈറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് തേർഡ് പൊസിഷൻ. ഇപ്പോൾ സി ഇവിടെ ഇരിക്കും. അതായത് ഇപ്പൊ തേർഡ് ടു ദ റൈറ്റ് ഓഫ് ബി എന്നൊക്കെ പറയുമ്പോൾ അതിനിടയിൽ 2 വേക്കൻറ്റ് സ്പേസസ് ഉണ്ടായിരിക്കും. ഓക്കെ. ഫോർത്ത് റൈറ്റ് ഓഫ് ബി. അപ്പൊ നടുക്ക് എത്ര ഗ്യാപ്പ് ഉണ്ടായിരിക്കും? 3 ഗ്യാപ്പ്. 5/5 ടു ദ റൈറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എത്ര ഗ്യാപ്പ് നടുക്കുണ്ടായിരിക്കും? 4 വേക്കൻറ്റ് സ്പേസ് നടുക്കുണ്ടായിരിക്കും. അതാണ് നമുക്ക് അറിയേണ്ട കാര്യം. ഇനി നമ്മൾ പയ്യെ ക്വസ്റ്റ്യനിലേക്ക് കയറിയിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് കൂടെ ഒക്കെ പഠിച്ച് നമുക്ക് പയ്യെ ചെയ്തു തുടങ്ങാം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? യെസ്, വി വിൽ സ്റ്റാർട്ട്. സോ ഞാൻ ജസ്റ്റ് ഒരു നമ്മുടെ 3 ഇഡിയറ്റ്സിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പം മാധവൻ ഈസ്, ഇപ്പോൾ അമീർ ഖാൻ്റെ റൈറ്റ് ഹാൻഡ് ഏതാ? ഇതല്ലേ റൈറ്റ് ഹാൻഡ്? ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ. ഇതാണ് അമീർ ഖാൻ്റെ റൈറ്റ് ഹാൻഡ്. ഓക്കെ. മാധവൻ ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് whom? Amir Khan. Yes, Amir Khan is sitting immediate left of whom? Left of Madhavan. ഇതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ലീനിയർ അറേഞ്ച്മെന്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക പറ്റുവാണെങ്കിൽ ഒരു സൈഡിലായിട്ട്. എന്നിട്ട് അതെടുത്ത് അപ്ലൈ ചെയ്യുക. അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് അങ്ങ് എടുത്ത് ചെയ്യാം. ക്വസ്റ്റ്യനൊക്കെ പൊതുവേ വലിയ ലെങ്തിൽ വരാറില്ല ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്. വേറെ എക്സാംസിനൊക്കെ ഭയങ്കര ലെങ്തി ക്വസ്റ്റ്യൻസ് തരും. അത്രയും ഡിഫിക്കൽട്ടിയിൽ നമുക്ക് വരത്തില്ല. അത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. ഓക്കെ, ലെറ്റ്സ് സീ. 5 senior citizens are living in a multi-storied building. എത്ര പേരുണ്ട് മൊത്തത്തിൽ? 5 ആൾക്കാരുണ്ട്. മിസ്റ്റർ മനു lives in a flat above മിസ്റ്റർ അശോകൻ. അതായത് മനു എന്ന് പറയുന്ന ആള് അശോകനെക്കാളിലും മുകളിലുള്ള ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഞാൻ ആ ഗ്യാപ്പിട്ട് എഴുതിയെന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല, ചിലപ്പം ഗ്യാപ്പിൽ ആളുണ്ടാവാം, ആളുണ്ടാവാതിരിക്കാം. അത് നമ്മൾ കണ്ടീഷൻസ് വെച്ച് കണ്ടുപിടിക്കണം. ദെൻ മിസ്റ്റർ ലോകേഷ് ലീവ്സ് ഇൻ എ ഫ്ലാറ്റ് ബിലോ ഗൗരവ്. ലോകേഷ് ആണെങ്കിൽ ഗൗരവിനെക്കാളിലും താഴെയുള്ളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ആ ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടോ അത് നിങ്ങൾ അതനുസരിച്ചിട്ട് ഗ്യാപ്പ് ഇടുക. ഓക്കെ. ദെൻ മിസ്റ്റർ അശോക് ലീവ്സ് ഇൻ എ ഫ്ലാറ്റ് ബിലോ ഗൗരവ്. അപ്പോൾ അശോകന് മുകളിലാണ് ഗൗരവ് ഉള്ളത്. സോ ഗൗരവിനെ ഞാൻ ഇവിടെ എഴുതുന്നു. പിന്നെ പറയുന്നുണ്ട് ആൻഡ് രാകേഷ് ലീവ്സ് ഇൻ എ ഫ്ലാറ്റ് ബിലോ ലോകേഷ്. അപ്പോൾ ഈ ലോകേഷിനെക്കാളിലും താഴെയുള്ള ഒരു ഫ്ലാറ്റിലാണ് ആര് താമസിക്കുന്നത്? രാകേഷ് താമസിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇന്നൊരു സിമ്പിളായിട്ടൊരു കാര്യം മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എല്ലാം ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമല്ല തന്നിരിക്കുന്നത്. അപ്പോൾ ഉള്ളതിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അശോകനായിരിക്കും ഏറ്റവും താഴെ താമസിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അശോകനെ നമ്മൾ ഇവിടെ 2 വട്ടം അഭിസംബോധന ചെയ്യുന്നുണ്ട്. എവിടേക്ക്? ഒന്ന് പറയുന്നതെന്ന് വെച്ചാൽ മനുവിനെക്കാളിലും താഴെയാണ്, പിന്നെ ആരെക്കാളിലും? ഗൗരവിനെക്കാളിലും താഴെയാണ്. അപ്പോൾ അതിനർത്ഥം, അതായത് ഈ ക്വസ്റ്റ്യനിൽ കൂടുതൽ ഡീറ്റെയിൽ തരാത്തതുകൊണ്ട് നമുക്കതങ്ങ് അങ്ങനെ അസ്യൂം ചെയ്ത് എടുക്കാം. എന്നിട്ട് മനു ഇവിടെ ഉണ്ട്, പിന്നെ അശോകൻ ഏറ്റവും താഴെയുണ്ട്. ഇപ്പം ഗൗരവാണെങ്കിൽ അശോകന് മുകളിലുണ്ട്. നമുക്കറിയാവുന്ന വേറൊരു കാര്യമുണ്ട്, രാകേഷ് ലീവ്സിന്റെ ഫ്ലാറ്റ് ബിലോ ലോകേഷ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലോകേഷ് ഉണ്ട്, പിന്നെ രാകേഷ് ഉണ്ട്,
ആൻഡ് ഫൈനലി വി ഹാവ് അവർ അശോകൻ. യെസ്. സോ എന്നിട്ട് അവർ ഫൈനലി ചോദിക്കുകയാണ് ഹൂ ലിവ്സ് ഇൻ ദ ടോപ്പ് മോസ്റ്റ് ഫ്ലാറ്റ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, മനു. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാതെ ഡയറക്റ്റ് ഒരു ആൻസറിൻ്റെ ഒരു ഇൻഫറൻസ് എടുത്തത്? നമുക്ക് കൂടുതൽ ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതുകൊണ്ട് സിമ്പിൾ അപ്രോച്ച്, ഇമ്മീഡിയറ്റ് എന്നോ ഉള്ള ഇമ്മീഡിയറ്റ് ബിലോ എന്നോ ഇമ്മീഡിയറ്റ് അപ്പ് സ്റ്റേഴ്സ് എന്നോ ഒന്നും പറയുന്നില്ല. അതുകൊണ്ടൊരു സിമ്പിൾ അപ്രോച്ച് ആയി തന്നെ നമ്മളങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവുക. എന്നുവെച്ചാൽ ഈ ക്വസ്റ്റ്യനൊക്കെ വരുന്നത് കൺഫ്യൂസ് ചെയ്യാനായിട്ടാണ് മെയിനായിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. യെസ്, 5 children are sitting in a row. S is sitting next to P, not T. ഓക്കെ, എസ് എന്ന് പറയുന്ന ആള് പിക്ക് തൊട്ടടുത്താണ് ഇരിക്കുന്നത്. ഒന്നെങ്കിൽ എസും പിയും ആയിരിക്കും ഇരിക്കുക, അല്ലെങ്കിൽ പിയും എസും ആണ് ഇരിക്കുക. ഞാനൊരു ജസ്റ്റ് ഒരു പടം വരയ്ക്കാം. 1 2 3 4 5 5 സീറ്റല്ലേ ഉള്ളത്. ആ 5 സീറ്റിലാണ് ഇത്രയും പേര് കൂടി ഇരിക്കേണ്ടത്. ആരൊക്കെ? എസ്, പി, ടി, കെ, പിന്നെ ആർ. ഓക്കെ, ഞാൻ അടുത്ത കെ ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ആർ. കെ ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ആർ. ഒന്നെങ്കിൽ കെ ആർ ആകാം, അല്ലെങ്കിൽ ആർ കെ ആകാം. ഹൂ ഈസ് സിറ്റിംഗ് ഓൺ ദി എക്സ്ട്രീം എൻഡ്. അവിടാണ് നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. കെ ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ആർ, ഹൂ ഈസ് സിറ്റിംഗ്, അതാണ് വരുന്നത്. ഈ ആർ ഹൂ ഈസ് സിറ്റിംഗ്. അപ്പോൾ കെ ആണോ എക്സ്ട്രീം എൻഡിൽ ഇരിക്കുന്നത്, ആർ ആണോ എക്സ്ട്രീം എൻഡിൽ ഇരിക്കുന്നത്? ആർ ആണ്. ആർ ഹൂ ഈസ് സിറ്റിംഗ് ഓൺ ദി എക്സ്ട്രീം ലെഫ്റ്റ് എന്നാണ് പറയുന്നത്. എക്സ്ട്രീം ലെഫ്റ്റ്. ഇതാണോ ലെഫ്റ്റ്, ഇതാണോ ലെഫ്റ്റ്? ഇത് നമ്മുടെ റൈറ്റ് അല്ലേ, അപ്പോൾ അത് റൈറ്റ്, ഇത് നമ്മുടെ ലെഫ്റ്റ്. സോ ആരാണ് ഇവിടെ ഇരിക്കുന്നത്? ആർ ഇവിടെ ഇരിക്കുകയാണ് എക്സ്ട്രീം ലെഫ്റ്റിൽ. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നുണ്ട് കെ ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ആർ. അപ്പോൾ ആർ കഴിഞ്ഞാൽ ആരായിരിക്കും ഇരിക്കുക? കെ. ആൻഡ് ടി ഈസ് നോട്ട് സിറ്റിംഗ് നെക്സ്റ്റ് ടു കെ. അതായത് ടി എന്ന് പറയുന്ന ആള് നോട്ട് സിറ്റിംഗ് നെക്സ്റ്റ് ടു കെ. ടിയുടെ അടുത്ത്, അതായത് ടി ഇവിടെ ഒരിക്കലും വരത്തില്ല. ഈ ഒരു പൊസിഷനിൽ ടി ഒരിക്കലും വരത്തില്ല. ടി ഒന്നെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് ഒരു കാര്യം പറയുന്നുണ്ട്, എസും പിയും ഒരുമിച്ചായി ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ടി ലാസ്റ്റ് പൊസിഷനേ വരുള്ളൂ. ഇനി അഥവാ ടി ഇതാ ഇവിടെ ഇരുന്നായിരുന്നെങ്കിൽ എസും പിയും ഒരുമിച്ചിരിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ടി റൈറ്റ് എൻഡിലാണ് വരുന്നത്. നെക്സ്റ്റ്, ഹൂ ഈസ് സിറ്റിംഗ് അഡ്ജസെന്റ് ടു എസ് എന്നാണ് ചോദ്യം. ഓക്കെ, പിന്നെ ഒരു കാര്യം ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നുണ്ട് എസ് ഇസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു പി ബട്ട് നോട്ട് ടി. അപ്പോൾ എസ് ഒരിക്കലും ഇവിടെ ഇരിക്കത്തില്ല. സോ എസ് എവിടെ ഇരിക്കുക? എസ് ഇവിടെ ഇരിക്കും, പി ഇവിടെ ഇരിക്കും. ആർ കെ എസ് പി ടി. പിടി കിട്ടിയോ? യെസ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ എന്താ? ഹൂ ഈസ് സിറ്റിംഗ് അഡ്ജസെന്റ് ടു എസ്. എസിന് അടുത്ത് ആരൊക്കെ ഇരിക്കുന്നത്? കെയും പിയും. ഓപ്ഷൻ എ, കെ ആൻഡ് പി. പിടി കിട്ടിയോ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇവിടുന്ന് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് മെയിൻ ആയിട്ട് നമ്മൾ പുതിയതായിട്ട് പഠിച്ചൊരു കാര്യം, ആർ ഹൂ ഈസ് സിറ്റിംഗ്. അപ്പോൾ ആർ കഴിഞ്ഞൊരു കോമ ഇട്ടിട്ട് ഹൂ ഈസ് സിറ്റിംഗ് എന്ന് വന്നു കഴിഞ്ഞാൽ ആറിനെ കുറിച്ചാണ് പറയുന്നത്. എന്നെ കുറിച്ചാണെങ്കിൽ എന്നെ കുറിച്ചാണ് അത് പറയുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 8 persons എന്ന് പറഞ്ഞാൽ അപ്പോൾ 8 വേക്കൻറ്റ് സ്പേസസ് ഉണ്ട്. 1 2 3 4 5 6 7 8 അത്രയും വേക്കൻറ്റ് സ്പേസസ് ഉണ്ട്. ABCDEFGH നോട്ട് നെസസറി ഇൻ ദ, അതായത് ആ ഓർഡറിൽ തന്നെ ആയിരിക്കത്തില്ല ഒരിക്കലും ക്വസ്റ്റ്യൻ വരുന്നത്. ആർ സിറ്റിംഗ് ഇൻ എ ലൈൻ. E sits second to the right of D. സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ഡി എന്ന് പറഞ്ഞാൽ നടുക്ക് ഡിയുടെയും ഇയുടെ ഇടയിൽ എത്ര ഗ്യാപ്പ് ഉണ്ടായിരിക്കും? ഒറ്റ ഗ്യാപ്പേ ഉണ്ടാവും. സെക്കൻഡ് 3 ആയിരുന്നെങ്കിൽ തേർഡ് ടു ദ റൈറ്റ് എന്ന് പറഞ്ഞാൽ 2 ഗ്യാപ്പ് ഉണ്ടായേനെ. അപ്പോൾ E sits second to the right of D. ഇങ്ങനെ വരയ്ക്കാം. എനിക്ക് ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വരയ്ക്കാം. എല്ലാവരും നോർത്തിലോട്ടാണ് നോക്കുന്നതെന്ന് ആലോചിക്കാം. ഓട്ടോമാറ്റിക്കലി നോർത്തിലോട്ടാണ്. അഥവാ നമ്മുടെ ക്വസ്റ്റ്യനിൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, അഥവാ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡയറക്ഷൻ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നോർത്ത് ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ബാക്കി ചെയ്യുക. ദെൻ H sits 4 to the left of D.
അപ്പോൾ 4th to the left of D ആണെങ്കിൽ ഇതാണല്ലോ നമ്മുടെ D. ഏതാ D? ഇതാണ് D. അപ്പോൾ 4th to the left of D ആവുമ്പോൾ എത്ര ഗ്യാപ്പ് വരണം നടുക്ക് അവരുടെ ഇടയിൽ? ഡിയുടെയും എച്ചിന്റെ ഇടയിൽ 3 ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. 1 2 3. അപ്പോൾ ആരായിരിക്കുന്നത് അവിടെ? എച്ച്. ഇപ്പം ടോട്ടൽ ആരൊക്കെയാ? എത്ര പേരായി? 1 2 3 4 5 6 7. ഇനി ഒരാളൂടെ വേണം. നമുക്ക് മൊത്തത്തിൽ 8 പേരാണ് വേണ്ടത്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? സി ആൻഡ് എഫ് ആർ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ്. ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്നവർ. സി ഇസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് എ. എയുടെ തൊട്ടടുത്തിരിക്കുന്ന ആളല്ല സി എന്നും പറയുന്നുണ്ട്. അതിൽ നിന്നും നമുക്കിപ്പോൾ ഒരു ഇൻഫറൻസ് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്നും മെൻഷൻ ചെയ്യാത്തത്. ജി ഇസ് നോട്ട് എ നെയ്ബർ ഓഫ് ഇ. ജിയും ഇയും നെയ്ബേഴ്സ് അല്ല. ഓൺലി 2 persons സിറ്റ് ബിറ്റ്വീൻ എ ആൻഡ് ഇ. അതായത് 2 ആൾക്കാർ മാത്രമേ ഡി ഇയുടെയും എയുടെ ഇടയിൽ ഇരിക്കുന്നുള്ളൂ. അതുകൊണ്ട് എക്ക് ഇവിടെ വരാൻ പറ്റുമോ? ഇല്ല, അത് റോങ് ആണ്. അപ്പോൾ എ എവിടെ ആയിരിക്കും വരിക? ഏതാ? ഇവിടെ വരണം. എന്നാലല്ലേ 2 പേര് എയുടെയും ഇയുടെയും ഇടയിൽ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ എയുടെ പൊസിഷനും നമുക്ക് കിട്ടി. ഇനി എന്താ തന്നിരിക്കുന്നത്? ഇനി നമുക്ക് നമ്മുടെ ചോദ്യം ഒന്നുകൂടെ വായിച്ച് നമുക്ക് വരാം. ഇ സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ഡി, അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ എച്ച് സിറ്റ് ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി, അത് നമുക്കറിയാം. സി ആൻഡ് എഫ് ആർ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ്, ബട്ട് സി ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് എ. അവിടാണ് കോൺസെപ്റ്റ് ഇരിക്കുന്നത്. സിയും എഫും ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ആണ്. അപ്പോൾ ഇനി നമുക്കൊരു വേക്കൻറ്റ് സ്പേസ് ഒന്നെങ്കിൽ ഇവിടെയാകാം അല്ലെങ്കിൽ ഇവിടെയാകാം, അല്ലേ? അങ്ങനെ നമുക്ക് വേക്കൻറ്റ് സ്പേസ് വെച്ചൂടെ? യെസ്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ? ഈ സിയും എഫും ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സാ. അഥവാ സി ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ എഫിനെ ഇവിടെ ഇരുത്താൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അതുകൊണ്ട് സിയും എഫും ഒന്നെങ്കിൽ ഈ ഒരു പൊസിഷനിൽ വരണം. പിന്നെ അവിടെ പറയുന്ന കോൺസെപ്റ്റ് എന്താ? സി ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് എ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് സി ഒരിക്കലും ഈ ഭാഗത്ത് ഇരിക്കത്തില്ല. അപ്പോൾ സി എവിടെ ഇരിക്കും? സി ഇവിടെ തന്നെ ഇരിക്കണം, എഫ് ഇവിടെ ഇരിക്കണം. അപ്പോൾ ഇവിടെ സിയും എഫുമായി. അപ്പൊ ഇത്രയും പേരുടെ പൊസിഷൻ നമുക്ക് കിട്ടിയില്ലേ? ഇനി അടുത്ത ജി ഈസ് നോട്ട് എ നെയ്ബർ ഓഫ് ഇ. അപ്പോൾ ജി എന്തായാലും ഇവിടെ ഇരിക്കത്തില്ല, ഇവിടെയും ഇരിക്കത്തില്ല. ഇയുടെ ഇമ്മീഡിയറ്റ് നെയ്ബർ അല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ആ 2 പൊസിഷനിലും ജി ഒരിക്കലും ഇരിക്കത്തില്ല. അപ്പോൾ ജി എവിടെ ഇരിക്കും? എച്ചിന്റെ തൊട്ടപ്പുറത്ത് വന്നിരിക്കും. ജി ഇവിടെ ഇരിക്കും. ഇനി ബാക്കി ആരാ ഉള്ളത്? ഇനി ബാക്കി ബി ആണുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് ഡയറക്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. മോർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും, എനിക്ക് കൺഫ്യൂസ് ആവുന്നുണ്ടല്ലോ ഇതെങ്ങനാണെന്ന്. നമ്മൾ പയ്യെ ഓരോന്നായിട്ട് എടുത്ത് കണ്ടുപിടിക്കണം. ഇതിലെ കീ പാർട്ട് എവിടാന്ന് വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഒരു റിലേഷൻ ഉണ്ടാക്കണം ആരെങ്കിലും ഒക്കെ തമ്മിൽ. ഇപ്പൊ ഞാനിവിടെ എന്തൊക്കെയാ റിലേഷൻ ഉണ്ടാക്കി? ആദ്യം ഇയും ഡിയും തമ്മിലൊരു റിലേഷൻ ഉണ്ടാക്കി, പിന്നെ എച്ചും ഡിയും തമ്മിൽ റിലേഷൻ ഉണ്ടാക്കി. പിന്നെ ഞാൻ എടുത്ത റിലേഷൻ എന്ന് പറഞ്ഞാൽ എയും ഇയും തമ്മിലുള്ള റിലേഷനാണ്. എന്നിട്ടാണ് ഞാൻ ബാക്കിയുള്ള കണ്ടീഷൻസ് വായിച്ചിട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ അറിഞ്ഞിരുന്നാലേ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് ഇനി ചോദ്യം? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? The persons on the left and right end respectively are. ആരാ? ഒന്ന് ജി, ഒന്ന് ഇ. ഞാനിവിടെ ഡയറക്റ്റ് ആൻസറിലേക്ക് പോകത്തില്ല. നമ്മൾ എങ്ങനെയാ ഇത് സോൾവ് ചെയ്തെടുത്തതെന്ന് പ്രോപ്പറായിട്ട് കാണിച്ചു തരും. എല്ലാം കണ്ടുപിടിക്കും. പെട്ടെന്ന് ചിലപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ചിലപ്പോൾ ആൻസർ കിട്ടും. എന്നാൽ പോലും ഞാൻ ടോട്ടലി സോൾവ് ചെയ്തേ പോകത്തുള്ളൂ. എന്നാലേ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവത്തുള്ളൂ. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ, ജി ആൻഡ് ഇ. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം. 6 children A B C D E F sitting in a row. ഡയറക്ഷൻ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എങ്ങോട്ട് അസ്യൂം ചെയ്യും? മണ്ടയിലോട്ട് അസ്യൂം ചെയ്യും. മണ്ടയല്ല, മുകളിലേക്ക് അസ്യൂം ചെയ്യും. യെസ്, നോർത്തിലേക്ക് അസ്യൂം ചെയ്യും. ദെൻ B is between F and D. അതായത് എഫിനും ഡിക്കും ഇടയിലാണ് ബി. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ലെഫ്റ്റും ഡിയും റൈറ്റിലാണോ ലെഫ്റ്റിലാണോ എന്നൊന്നും പറയുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഒന്നെങ്കിൽ അങ്ങനെ എഴുതാം അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. പിന്നെ
E is sitting between A and C. E is sitting between A and C. ഒന്നെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ. നെക്സ്റ്റ്, however, A does not sit next to F or D. A എന്ന് പറയുന്ന ആള് ഒരിക്കലും എഫിൻ്റെയും അല്ലെങ്കിൽ ഡിൻ്റെയും കൂടെ ഇരിക്കത്തില്ല. അവർ തമ്മിൽ ഉടക്കാം. Then C does not sit next to D. സിയും ഡിയും ഒരിക്കലും ഒരുമിച്ച് ഇരിക്കത്തില്ല. അവരും തമ്മിൽ ഉടക്കാം. Then question is F is sitting between എന്നാണ് ചോദ്യം. ഒരു മിനിറ്റ്. സോ ഞാൻ കുറച്ച് ഇൻഫറൻസസ് എടുക്കുവാണ്. റാൻഡമായിട്ട് വരയ്ക്കാൻ പോവാം. റാൻഡമായിട്ട് ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. അതായത് 2 ടൈപ്പാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, ഒന്ന് കുറേ ഡീറ്റെയിൽസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ വരും, ഒന്ന് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ വരും. ഇത് അങ്ങനത്തെ ഒരു ടൈപ്പാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഇല്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് ആൻസർ കണ്ടുപിടിക്കേണ്ട സാധനം ഇതിൽ തന്നെ ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പറയുന്നത് ബി ഈസ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഡി. ഞാൻ ഇതേപോലെ തന്നെ എഴുതി, ബി ഈസ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഡി. പിന്നെ പറയുന്നുണ്ട് ഇ ഈസ് ബിറ്റ്വീൻ എ ആൻഡ് സി. എ ആൻഡ് സിക്ക് ഇടയിലാണ് ഇ ഉള്ളത്. പിന്നെ എ ഡസ് നോട്ട് സിറ്റ് നെക്സ്റ്റ് ടു എഫ് ഓർ ഡി. അപ്പോൾ ഒരിക്കലും എ ഇവിടെ വരത്തില്ല. അപ്പോൾ എക്ക് പകരം ആരായിരിക്കും അവിടെ വരിക? സി ആയിരിക്കും അവിടെ വരിക. സോ സി എഴുതി. പിന്നെ ഈ സിയുടെ ഇടയിൽ ആരായിരിക്കുന്നത്? ഇ ആയിരിക്കും ഇരിക്കുക. പിന്നെ ആരാ ഉള്ളത്? പിന്നെ ബാക്കിയുള്ളത് എ ആണല്ലോ. അപ്പോൾ എല്ലാവരും ആയല്ലോ. എല്ലാവരും ആയ സ്ഥിതിക്ക് നമ്മുടെ വന്നിരിക്കുന്ന ചോദ്യം എന്താ? എഫ് ഇസ് സിറ്റിംഗ് ബിറ്റ്വീൻ വാട്ട് ആൻഡ് വാട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എഫ് ഇവിടെ ആർക്കെങ്കിലും ഇടയിലാണോ ഇരിക്കുന്നത്? അല്ലല്ലോ, അല്ല. സോ അപ്പോൾ ഈ ഒരു വര തെറ്റാണ്. അതിനു പകരം നിങ്ങൾ എങ്ങനെ വരയ്ക്കും? സോ ഡി ബി എഫ് എന്ന് വരച്ചു. എന്നിട്ട് നമുക്ക് വേറൊരു കാര്യം പറയുന്നുണ്ട്, സി ഡസ് നോട്ട് സിറ്റ് നെക്സ്റ്റ് ടു ഡി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിക്ക് ഇവിടെ ഇരിക്കാം. പിന്നെ എക്ക് ഒരിക്കലും എഫിൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ സി ആയിരിക്കും. പിന്നെ സി കഴിഞ്ഞാൽ ഇ എ. ഇനി ചോദിക്കുന്നു എഫ് ഇസ് ബിറ്റ്വീൻ വാട്ട് ആൻഡ് വാട്ട്? ബി ആൻഡ് സി. ഓക്കെ, അതാണ് നമ്മുടെ ആൻസർ. പിടികിട്ടിയോ? 5 students A, B, C, D, E are standing in a row. 5 പേരുണ്ട്, റോയിൽ നിൽക്കുവാണ്. D is on the right of E. ഇയുടെ റൈറ്റിലാണ് ഡി. എവിടെ തൊട്ടടുത്താണോ എന്നൊന്നും പറയുന്നില്ല, ബട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം ബാക്കി. ബി ഈസ് ഓൺ ദ ലെഫ്റ്റ് ഓഫ് ഇ. അപ്പോൾ ബി ആണെങ്കിൽ ഇയുടെ ലെഫ്റ്റിലാണ്. പിന്നുള്ള കാര്യം ബട്ട് ഓൺ റൈറ്റ് ഓഫ് എ. അപ്പം എയുടെ റൈറ്റിലാണ് ബി ഉള്ളത്. അതായത് എന്താ? ബി ഈസ് ഓൺ ദി ലെഫ്റ്റ് ഓഫ് ഇ. ഇയുടെ ലെഫ്റ്റിലാണ്. ബട്ട് ഈ വേർഡ് ഇമ്പോർട്ടൻ്റ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ, ബട്ട് ഓൺ ദി റൈറ്റ് ഓഫ് എ. അപ്പോൾ എയുടെ റൈറ്റിലാണ് ബി. ഓക്കെ, എയുടെ റൈറ്റിലാണ് ബി ആൻഡ് ബി ഈസ് ഓൺ ദി ലെഫ്റ്റ് ഓഫ് ഇ. അങ്ങനെയാണ് അറിയേണ്ടത്. ദെൻ ഡി ഈസ് നെക്സ്റ്റ് ടു സി ഓൺ ദ ലെഫ്റ്റ്. അപ്പോൾ ഡി ഈസ് നെക്സ്റ്റ് ടു സി ഓൺ ദ ലെഫ്റ്റ്. അപ്പോൾ സിയുടെ ലെഫ്റ്റിലായിട്ടാണ് ഡി ഉള്ളത്. പിടികിട്ടിയോ? നമ്മുടെ പടമായില്ലേ, പരിപാടി കഴിഞ്ഞു. യെസ്, അപ്പോൾ ശരി, ഞാൻ പോണു. അപ്പോൾ അത്രയാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ എന്താ? ദ സ്റ്റുഡൻറ് ഇൻ ദ മിഡിൽ ഈസ് ഹൂ? ഇ ഈസ് ദി സ്റ്റുഡൻറ് ഇൻ ദ മിഡിൽ. പിടികിട്ടിയോ? യെസ്, അത്രയേ ഉള്ളൂ. 6 flats on a floor in 2 rows facing north and south. അതായത് മൊത്തത്തിൽ 6 ഫ്ലാറ്റ് ഉണ്ട്. അവ നോർത്തിലും സൗത്തിലേക്കുമാണ് നോക്കി നിൽക്കുന്നത്. ആരൊക്കെ? അത് പി ക്യു ആർ എസ് ടി യു എന്നാണ് പറയുന്നത്. അപ്പം അതിനർത്ഥം എന്താന്ന് വെച്ചാൽ 2 റോ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക എന്നാണ് വിചാരിക്കേണ്ടത്. ഓക്കെ, നോർത്തിലേക്കും സൗത്തിലേക്കും. മുകളിലുള്ളവർ സൗത്തിലോട്ടും താഴെയുള്ളവർ നോർത്തിലോട്ടും നോക്കുന്നു. അപ്പം പി ക്യു ആർ എസ് ടി യു ആണ് നമ്മുടെ 6 ആൾക്കാരുള്ളത്, 6 ഫ്ലാറ്റ് ഉള്ളത്. ദെൻ ക്യൂ ഗെറ്റ്സ് നോർത്ത് ഫേസിങ് ഫ്ലാറ്റ്. അപ്പോൾ ക്യൂ നോർത്തിലോട്ടാണ് നോക്കി നിൽക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് അവിടെ മാർക്ക് ചെയ്തു. ക്യൂ അപ്പം നോർത്തിലോട്ടാണെന്ന് നമുക്ക് അറിയാം. ദെൻ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് നെക്സ്റ്റ് ടു എസ്. എസിന് സൈഡിലല്ല ക്യൂ എന്നാണ് പറയുന്നത്. എസ് ആൻഡ് യു ആർ ഡയഗണലി ഓപ്പോസിറ്റ്. അപ്പം ഡയഗണലി ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ
ഈ രണ്ട് എൻഡിലായിരിക്കും. ഇവിടെ എസ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ യു ഇവിടെ ആയിരിക്കണം, അല്ലെങ്കിൽ എസ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ യു ഇവിടെ ആയിരിക്കണം. അതാണ് ഡയഗണലി ഓപ്പോസിറ്റ്. അതറിഞ്ഞിരുന്നാൽ മതി. ദെൻ വേറെന്താ പറയുന്നത്, നമുക്കൊരു കറക്റ്റ് ഒരു ഇൻഫറൻസ്, കറക്റ്റ് ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടി വേറെന്താ പറയുന്നത്, ആർ ഇസ് നെക്സ്റ്റ് ടു യു ഗെറ്റ്സ് എ സൗത്ത് ഫേസിംഗ് ഡയറക്ഷൻ. ഓക്കെ, ആറ് ഈസ് നെക്സ്റ്റ് ടു യു ഗെറ്റ്സ് എ, ആറും യുവും അപ്പോൾ സൗത്ത് ഫേസിംഗ് ആണെന്ന് നമുക്കറിയാം. ടി ഗെറ്റ്സ് എ, അപ്പോൾ ടിയും ഗെറ്റ്സ് എ നോർത്ത് ഫേസിംഗ് ഫ്ലാറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഇൻഫറൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആറും യുവും സൗത്ത് നോക്കുന്നുണ്ട്, ക്യൂവും ടിയും നോർത്ത് നോക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ദെൻ പിന്നെ ഇവിടെ ഒരു കാര്യം അറിഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ എസും യുവും ഡയഗണലി ഓപ്പോസിറ്റാ. അപ്പോൾ യു നോർത്ത് ആയതുകൊണ്ട് എസ് സൗത്ത് ആയിരിക്കണം, സൗത്തിലായിരിക്കും ഇരിക്കുന്നത്. ഇനി ബാക്കി ആരാ ഉള്ളത്? ഇനി ബാക്കി പി ആണുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പം 3 സ്പോട്ടാണുള്ളത്, 3 സ്പോട്ടുണ്ട്. ഇതിൽ നിന്ന് പി ക്യു ആർ എസ്, ക്യൂ ഈസ് ഫേസിങ് നോർത്ത് ഫ്ലാറ്റ്, ഇറ്റ് ഈസ് നോട്ട് നെക്സ്റ്റ് ടു എസ്. അപ്പോൾ ക്യൂ എസ് എന്ന് പറയുന്നത് ഒരു ഡയഗണൽ എലമെന്റ് ആണെന്ന് പറയുന്നുണ്ട്. എസ് ഡയഗണൽ ആണെങ്കിൽ ക്യൂ എന്തായിരിക്കും? ക്യൂ ഡയഗണൽ ആയിരിക്കണം. കാരണം എന്താ? എസ് എസ് നോട്ട് എക്സ് ഡയഗണൽ എലമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരു എൻഡിലായിരിക്കും. ഓക്കെ, ക്യൂ എസിന്റെ തൊട്ടടുത്തല്ല ഇരിക്കുന്നതെന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ക്യൂ ഇവിടെ ആണെങ്കിൽ എസ് അപ്പുറത്തെ സൈഡിലായിരിക്കും. അതേപോലെ തിരിച്ചു എഴുതാം. ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കാം, ഇങ്ങനെ ആൻസർ കിട്ടിയില്ലേ നമ്മൾ അടുത്ത പടം വരയ്ക്കും. ഓക്കെ, പിന്നെ ബാക്കി ആരോ ഉള്ളത്? ടി ആണുള്ളത്. എസ് ആൻഡ് യു ആർ ഡയഗണലി ഓപ്പോസിറ്റ്. അപ്പോൾ യു ഇവിടെ ആയിരിക്കും, ഡയഗണലി ഓപ്പോസിറ്റ് അല്ലേ. ദെൻ പിന്നെന്താ പറയുന്നത്? ആർ എസ് നെക്സ്റ്റ് ടു യു. അപ്പോൾ ആർ ഇവിടെ ആയിരിക്കും, ബാക്കി ആരോ ഉള്ളത്? പി. കഴിഞ്ഞില്ലേ പരിപാടി? യെസ്. ഇനി ക്വസ്റ്റ്യൻ എന്താ? ഹൂസ് ഫ്ലാറ്റ് ഈസ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് എസ്. കഴിഞ്ഞ്. ക്വസ്റ്റ്യൻ ഓൾറെഡി നമുക്ക് ആൻസർ കിട്ടിയായിരുന്നു. ആൻസർ ഇസ് ഓപ്ഷൻ എ, ടി. യെസ്, നമ്മുടെ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതാണ് അത് റൈറ്റ് ആൻസറായി മാറിയത്. അഥവാ അല്ലായിരുന്നെങ്കിൽ ഞാൻ ക്യൂओ എസോ അപ്പുറം ഇപ്പുറം ആക്കും, എന്നിട്ട് ചെയ്ത് നോക്കും. ചിലപ്പോൾ സെയിം ആൻസർ തന്നെ കിട്ടും. യെസ് യെസ്. 5 girls GHIJK are sitting in a row facing south. 5 പിള്ളേരുണ്ട്, 5 പെൺകുട്ടികളുണ്ട്. അവർ സൗത്തിലോട്ടാണ് നോക്കുന്നത്, അപ്പം താഴോട്ടാണ് നോക്കുന്നതെന്ന് ആലോചിക്കണം. നോട്ട് നെസസറിലി ഇൻ ദ സെയിം ഓർഡർ, അതായത് ഒരേപോലെ GHIJK എന്ന് പറഞ്ഞല്ല ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. H is sitting between G and K. പിന്നെ I is immediate right of K. സോ K ഇവിടെ ഇരിക്കുകയാണ്. കെയുടെ റൈറ്റ് ഏതാ? പുള്ളിക്കാരി സൗത്തിലോട്ടാണ് നോക്കുന്നത്, അപ്പം താഴോട്ടാണ് നോക്കുന്നത്. ഇമ്മീഡിയറ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടായിരിക്കും. ഇമ്മീഡിയറ്റ് റൈറ്റ് എന്ന് പറയുന്നത് തൊട്ടടുത്ത്. I is immediate right to K. J is immediate left to G. J is immediate left to G. അപ്പോൾ G ഇവിടെ ഉണ്ടെങ്കിൽ തൊട്ട് ലെഫ്റ്റിലാണ് J ഉള്ളത്. ഞാൻ അവിടെ ഇവിടെ വരച്ചു വെച്ചതേ ഉള്ളൂ. ഇനി H is sitting between G and K. H is sitting between G and K. അപ്പോൾ K, H, G, J എന്നുള്ളൊരു സംഭവമായി. പിന്നെ നമുക്ക് I, K ഇവിടെ ഉണ്ട്. I is immediate left to K. അപ്പോൾ I എഴുതി. ഇനി ആരാ ഉള്ളത്? 5 പേരും ആയില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ പടം. സിമ്പിളായിട്ട് കിട്ടി. ജസ്റ്റ് നമ്മൾ ഓരോ പോയിന്റ്സ് എടുത്ത് ഇൻഫറൻസ് എടുക്കുക, നമുക്ക് ഇതാണ് വേണ്ടതെന്ന്. ഇനി ഇത് എന്താ നമുക്ക് മനസ്സിലാക്കേണ്ട? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ? J is third to the left of K. J is third to the left of K. ഓക്കെ, അത് തന്നെയാണ് കറക്റ്റ്. ബാക്കിയെല്ലാം തെറ്റാണ്. നോക്കിക്കഴിഞ്ഞാൽ G is second to the left of I. G is second to the left ആണോ? അല്ല, third to the left ആണ്. പിന്നെ H is to the right of K. H is to the right of K ആണോ? H is to the left of K അല്ലേ? സൗത്തിലേക്കാണെന്ന് ആലോചിക്കണം. പിന്നെ H is to the left of G. H is to the left of G ആണോ? അല്ല, റൈറ്റ് ഓഫ് G ആണ്. സോ ബാക്കിയെല്ലാം തെറ്റാണ്. ഓപ്ഷൻ എ ഈസ് റൈറ്റ്. Then next question. 5 girls are sitting on a bench to be photographed. പടം പിടിക്കാൻ വേണ്ടി ബെഞ്ചിലിരിക്കുന്നു. അപ്പോൾ ഡയറക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ ഡയറക്ഷൻ? നോർത്ത് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുക. സീമ ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് റാണി. അപ്പോൾ റാണി ഉണ്ടെങ്കിൽ സീമ എവിടെയോ ഇടതുപക്ഷത്ത് ഇരിപ്പുണ്ട്. ആൻഡ് ടു ദ റൈറ്റ് ഓഫ് ബിന്ദു. സോ സീമ ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് റാണി. അപ്പോൾ റാണിയുടെ ലെഫ്റ്റിലും അതേപോലെ ബിന്ദുവിന്റെ റൈറ്റിലും. അപ്പോൾ ബിന്ദു ഇവിടെ എവിടെയോ ഉണ്ട്. ബിന്ദുവിന്റെ റൈറ്റിലാണ് സീമ ഉള്ളത്.
മേരി ഈസ് ടു ദ റൈറ്റ് ഓഫ് റാണി. അപ്പോൾ മേരി ദാ റാണിയുടെ റൈറ്റിൽ എവിടെയോ ഉണ്ട്. റീത്ത ഈസ് ബിറ്റ്വീൻ റാണി ആൻഡ് മേരി. സോ റീത്ത ദാ ഇവിടെ ഉണ്ട്. ഹു ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് റീത്ത? ഇമ്മീഡിയറ്റ് റൈറ്റ് ആരാണ്? മേരി ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് റീത്ത. ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നോക്കിയാ ABCDEFG എത്രയേ ഉള്ളൂ? യെസ്, എത്ര പേരുണ്ട് മൊത്തത്തിൽ? 6 7, മൊത്തത്തിൽ 7 പേര്. ഫേസിങ് ടുവേർഡ്സ് നോർത്ത്, നോർത്തിലേക്കാണ് നോക്കുന്നത്. എഫ് ഇസ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഇ. അതായത് ഇ ഉണ്ടെങ്കിൽ അതിന്റെ തൊട്ട് റൈറ്റിലാണ് ആരിയ്ക്കുന്നത്? എഫ് ഇരിക്കുന്നത്. ഇ ഇസ് ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് ജി. ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് ജി. ജിയുടെ ഫോർത്ത് ടു ദ റൈറ്റ് ആണ് ആരുള്ളത്? ഇ ഉള്ളത്. അപ്പോൾ എത്ര ഗ്യാപ്പ് ഇടയ്ക്ക് ഉണ്ടാവും? 1 2 3. എന്നിട്ട് ആരാ വരണ്ടേ? ജി വരും. ദെൻ സി ഈസ് നെയ്ബർ ഓഫ് ബി ആൻഡ് ഡി. അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പം നോക്കാം. സി ഈസ് നെയ്ബർ ഓഫ് ബി ആൻഡ് ഡി. അത് നമുക്ക് എവിടെയാണെന്ന് നോക്കാം. ഇനി ദ പേഴ്സൺ ഹു ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി ഈസ് അറ്റ് വൺ ഓഫ് ദി എൻഡ് എന്നും പറയുന്നുണ്ട്. അത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ. ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇവിടെ ഇനി വരുന്ന ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ 2 കണ്ടീഷൻ വെച്ചിട്ടുള്ള കാര്യം എഴുതി. ഇനി മൂന്നാമത്തെ നോക്കിക്കഴിഞ്ഞാൽ സി ഈസ് നെയ്ബർ ഓഫ് ബി ആൻഡ് ഡി. ടോട്ടൽ എത്ര പേരാ ഉള്ളത്? മൊത്തത്തിൽ 7 പേരുണ്ട്. ഇപ്പൊ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? 1 ഗ്യാപ്പ് 2, മൊത്തത്തിൽ 3 4 5 6. ഇനി ഒരാൾക്കും കൂടെ ഇരിക്കാൻ പറ്റൂ. അപ്പോൾ സീനെ ഇവിടെ കൊണ്ടുവെക്കാൻ പറ്റുമോ? ഇല്ല, സി ഒരിക്കലും അവിടെ ഇരിക്കത്തില്ല. സീനെ ഇവിടെ കൊണ്ടിരുത്താൻ പറ്റുമോ? എവിടാ? ഇവിടെ കൊണ്ടിരുത്താൻ പറ്റുമോ? ഇരുത്താം, പക്ഷെ ഇരുത്തിയാൽ നമ്മുടെ കണ്ടീഷൻ കറക്റ്റ് ആവത്തില്ല. എന്താ? നെയ്ബർ ഓഫ് ബി ആൻഡ് ഡി, രണ്ടിന്റെയും നെയ്ബർ ആയിരിക്കണം. അപ്പോൾ സീത ഇവിടെ ഇരിക്കണം. എന്നിട്ട് ബിയും ഡിയും ഏതെങ്കിലും ഈ 2 പൊസിഷനിൽ ഇരിക്കണം. എന്നിട്ട് നമുക്ക് വന്നിരിക്കുന്ന കണ്ടീഷൻ ദ പേഴ്സൺ ഹു ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി. അപ്പോൾ ഡിയുടെ തേർഡ് ടു ദ ലെഫ്റ്റ് 1 2 3. തേർഡ് ടു ദ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഈസ് അറ്റ് 1 എൻഡ്. അപ്പം ജി ആണ് 1 എൻഡില്. പിന്നെ ഇവിടെ ആരാ വരാ? ബി വരും. ഇനി ബാക്കി ആരാ ഉള്ളത്? ഇനി എ ആണ് ഉള്ളത്. ഹു ഈസ് ടു ദ റൈറ്റ് ഓഫ് ഡി. ആരൊക്കെയാ ഉള്ളത്? ഇ എഫ് ആൻഡ് എ. പിടി കിട്ടിയോ? കിട്ടിയോ? യെസ്. അടുത്ത ചോദ്യം. Persons MNOPQRST are sitting on a compound wall facing north. അവര് നോർത്തിലോട്ട് നോക്കിയിരിക്കുകയാണ്. O sits fourth to the left of S. സോ O എന്ന് പറയുന്ന ആള് ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് എസ്. അപ്പൊ എസ് ഉണ്ടെങ്കിൽ അതിനിടയിൽ 3 ഗ്യാപ്പ് വേണം. ഇപ്പൊ ഇത്രയും കിട്ടിയേ. മൊത്തത്തിൽ എത്ര പേരുണ്ട്? 3 6 8 പേരുണ്ട് ടോട്ടൽ. ഓക്കെ, ഇനി അടുത്ത പി സിറ്റ്സ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എസ്. അപ്പോൾ പി എവിടെ ഇരിക്കും? സെക്കൻഡ് ടു ദ. സെക്കൻഡ് എന്ന് പറയുമ്പോൾ എത്ര ഗ്യാപ്പ് ഇടയിൽ വരും? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ആണെങ്കിൽ 1 ഗ്യാപ്പ്. പി സിറ്റ്സ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എസ്. ഇപ്പൊ എത്ര പേരായി? 1 2 3 4 5 6 7. നമുക്ക് മൊത്തത്തിൽ 3 6 8 പേരാവുള്ളത്. അപ്പോൾ ഇനി ഒരാളെയും കൂടി ഇരുത്തണം. എവിടെ ഇരുത്തണമെന്ന് അറിയണം. യെസ്. ഓൺലി 2 പീപ്പിൾ സിറ്റ് ബിറ്റ്വീൻ പി ആൻഡ് എം. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. എമ്മിനെ നമുക്ക് ഇങ്ങോട്ട് വെക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് മൊത്തത്തിൽ 10 പേർക്കുള്ള സീറ്റ് വരും. അത് നമുക്ക് വേണ്ട. അപ്പോൾ റൈറ്റിലോട്ട് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ എമ്മിനെ നമുക്ക് ലെഫ്റ്റിലോട്ട് വെക്കണം. അവിടെ 2 പേരിരിക്കണം. അപ്പോൾ ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളുണ്ട്. അങ്ങനെയാണെങ്കിൽ എം എവിടെ ഇരിക്കും? എം ഇതാ ഇവിടെ ഇരിക്കും. യെസ്. ദെൻ എൻ ആൻഡ് ആർ ആർ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓഫ് ഈച്ച് അതർ. എന്നും ആറും അവർ തമ്മിൽ നെയ്ബേഴ്സ് ആണ്, ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. എൻ ഇസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് എം. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്നും ആറും ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ആണ്. ഇനി എന്നിനെ ആറിനെ ഇവിടെ കൊണ്ടിരുത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 9 ആൾക്കാരാവും മൊത്തത്തിൽ. അപ്പോൾ അത് ഇട്ട് അവിടുന്ന് പോയി. പിന്നെ ഇരുത്താൻ പറ്റുന്നതാ ഇവിടെയും ഇവിടെയുവാ. അതായത് ഇവിടെ ഇരുത്താൻ പറ്റൂ. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, എൻ ഇസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് എം. അപ്പോൾ എന്നിനെ ഒരിക്കലും നമുക്ക് ഇവിടെ കൊണ്ടിരുത്താൻ പറ്റത്തില്ല. അപ്പോൾ എന്നിനെ എവിടെ ഇരുത്തും? എന്നിനെ ഇവിടെ ഇരുത്തും, ആറിനെ ഇവിടെ ഇരുത്തും. ദെൻ ടി ഈസ് നോട്ട് എ നെയ്ബർ ഓഫ് പി.
അപ്പോൾ ടി ഒരിക്കലും ഇവിടെ ഇരിക്കത്തില്ല, ഇവിടെ ഇരിക്കത്തില്ല. അപ്പോൾ നമ്മളിതാ ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടുപിടിച്ച് അവിടെ കൊണ്ടിരുത്തുക. എന്നിട്ട് ബാക്കിയുള്ളത് ആരാ? ഇനി ഒരാളും കൂടെ ബാക്കിയുണ്ടല്ലോ. ലാസ്റ്റ് വൺ ഈസ് MNQ ആണ് അപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. പിടി കിട്ടിയോ? ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഹൗ മെനി പേഴ്സൺസ് ആർ സീറ്റഡ് ബിറ്റ്വീൻ M and Q? എത്ര പേരുണ്ട്? എസ് മാത്രമേ ഉള്ളൂ. സോ 1A. ഓക്കെ, 1 ആണ് ആൻസർ. Next question. In a line, P is sitting 13th from the left, Q is sitting 24th from the right, and 3rd left from P. Okay. How many people are sitting in the line എന്നാണ് ചോദ്യം. ഓക്കെ, ഇതുവരെ കണ്ടൊരു ടൈപ്പ് തന്നെ അല്ല, ഞാനൊന്ന് പറഞ്ഞു തരാം. ഇവിടെ പറയുന്നത് പി എന്ന് പറയുന്ന ലെഫ്റ്റ് എവിടാ? ഇവിടെ ഏകദേശം ഇവിടെ ആയിരിക്കും ലെഫ്റ്റ്. റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ്, നമ്മുടെ റൈറ്റ് ബുക്കിലെ റൈറ്റും ലെഫ്റ്റും തന്നെ എടുത്ത് വിചാരിച്ചാൽ മതി. ഓക്കെ, പി എന്ന് പറയുന്നത് 13th ഫ്രം ദ ലെഫ്റ്റ്. അപ്പം ഇവിടെ നിന്ന് എവിടെയോ 13th പൊസിഷനിലാണ് പി ഇരിക്കുന്നത്. അതേപോലെ ക്യൂ എന്ന് പറയുന്നത് 24th ഫ്രം ദ റൈറ്റ്. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് 24th ഫ്രം ദ റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. എന്നിട്ട് ഇവിടെയും കുറേ ആൾക്കാരുണ്ടാവും. പിന്നെ ഇവിടെ മെയിൻ ആയിട്ടുള്ള കാര്യം Q is 24th from the right and 3rd from the left of P. അപ്പോൾ P ന്ന് മൂന്നാമത്തേതായിട്ട് ഇരിക്കുകയാണ് ആര്? ലെഫ്റ്റ് ഓഫ് P. അതായത് P ഇപ്പം മുകളിലോട്ട് നോക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ പിയുടെ പൊസിഷനിൽ നിന്ന് 1, 2, 3 ഇവിടെ ആയിരിക്കും Q ഇരിക്കുക. പിടി കിട്ടിയോ? മനസ്സിലായോ പറഞ്ഞത്? ഒന്നുകൂടെ പറഞ്ഞു തരണോ? പറഞ്ഞു തരാം. സോ നമ്മുടെ പി എന്ന് പറയുന്ന ആള്, പി എന്ന് പറയുന്നത് സിറ്റിംഗ് ഫ്രം ലെഫ്റ്റ്. എവിടുന്ന്? ലെഫ്റ്റ് എൻഡിൽ നിന്ന് 13ാമത്തെ പൊസിഷനിലാണ് പി ഇരിക്കുന്നത്. അതേപോലെ ക്യൂ എന്ന് പറയുന്ന ആള് റൈറ്റ് എൻഡിൽ നിന്നും 23ാമത്തെ പൊസിഷനിലാണ് ഇരിക്കുന്നത്. ആര്? ക്യൂ എന്ന് പറയുന്ന ആള്. അതേപോലെ തന്നെ പറയുന്നുണ്ട് പിയുടെ ലെഫ്റ്റിൽ നിന്നും, ഇപ്പം പി മുകളിലോട്ട് നോക്കിയിരിക്കുകയാണ്, പിയുടെ ലെഫ്റ്റിൽ നിന്നും 1, 2, 3 തേർഡ് പൊസിഷനിലാണ് ആര് നിൽക്കുന്നത്? ക്യൂ നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ? ടോട്ടൽ എത്ര പേര് വേണമെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ, അപ്പോൾ ഈ ക്യൂയുടെ റൈറ്റ് സൈഡിലേക്ക് മൊത്തത്തിൽ എത്ര പേര് കാണും? ക്യൂ ആണെങ്കിൽ 24th ഫ്രം ദ റൈറ്റ് എന്നാ പറയുന്നത്. അപ്പം ഒരു 23 ആൾക്കാർ റൈറ്റിലോട്ട് കാണത്തില്ലേ? 23 ആൾക്കാർ റൈറ്റിലോട്ട് കാണും. അതേപോലെ പി എന്ന് പറയുന്നത് 13th ഫ്രം ദ ലെഫ്റ്റ് ആണ്. പക്ഷെ നമ്മൾ ഓൾറെഡി പടം വരച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു 3 പൊസിഷൻ വെട്ടിക്കളഞ്ഞാൽ, അപ്പോൾ 13th പൊസിഷനിലായിരുന്നു നിന്നത്. ഇനി ബാക്കി എത്ര പേരാ ഉള്ളത്? 10 ആൾക്കാർ ഈ സൈഡിലോട്ടുണ്ടാവും. അപ്പോൾ 23 plus 10 will give you 33. So answer is option D. മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? പറയാം. ഇനി വേറൊരു രീതിയും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ലാസ്റ്റ് ഫൈനലാണ്, ഇനിയില്ല. യെസ്, പി എന്ന് പറയുന്ന ആൾ 13th പൊസിഷൻ ഫ്രം ദ ലെഫ്റ്റ്. അപ്പം നമ്മൾ ലെഫ്റ്റ് എടുക്കുന്നു. ലെഫ്റ്റിൽ ഫസ്റ്റ് ഒരാളുണ്ട്, സെക്കൻഡ് ഒരാളുണ്ട്, ദെൻ എക്സെട്ര. അങ്ങനെ 13th പൊസിഷനിലാണ് ആര് നിൽക്കുന്നത്? പി നിൽക്കുന്നത്. അതേപോലെ പറയുന്നുണ്ട് ക്യൂ എന്ന് പറയുന്നത് 3rd ടു ദ ലെഫ്റ്റ് ഓഫ് പി എന്നാണ്. അപ്പോൾ 12th പൊസിഷൻ, 11th പൊസിഷൻ, ദെൻ 10th പൊസിഷൻ. 10th പൊസിഷനിലാണ് അപ്പം ക്യൂ നിൽക്കുന്നത്. ലെഫ്റ്റിൽ നിന്ന് നോക്കിയാൽ 10th പൊസിഷനിലാണ് ക്യൂ നിൽക്കുന്നത്. പിന്നെ നമുക്കൊരു കാര്യം ഓൾറെഡി ക്വസ്റ്റ്യനിൽ നിന്ന് അറിയാം, ക്യൂ എന്ന് പറയുന്ന റൈറ്റിൽ നിന്നും 24ാമത്തെ പൊസിഷനിലാണ്. അപ്പോൾ ക്യൂവിന്റെ റൈറ്റിലോട്ട് ഇനി മൊത്തത്തിൽ എത്ര പേര് കാണും? മൊത്തത്തിൽ ഒരു 23 ആൾക്കാർ കാണും. ക്യൂവിന്റെ ലെഫ്റ്റിലോട്ട് ക്യൂവും ചേർത്ത് ലെഫ്റ്റിലോട്ട് എത്ര പേര് കാണും? 1st to 10th അല്ലേ വന്നേ? അപ്പോൾ
10 ആൾക്കാർ കാണും. അപ്പോൾ ഈ 10 + 23 എത്ര? 33. പിടി കിട്ടിയോ? ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. 6 persons A, B, C, D, E, F are sitting in 2 rows. ഇതുവരെ നമ്മൾ ഒറ്റ റോ ആണ്. വേറൊരു ക്വസ്റ്റ്യൻ 2 rows ഡിസ്കസ് ചെയ്തു. വിത്ത് 3 persons in each row. അപ്പം 2 റോ ഉണ്ട് വിത്ത് 3 persons in each row. Both rows are in front of each other. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. കുറച്ച് പേര് സൗത്തിലോട്ടും കുറച്ച് പേര് നോർത്തിലോട്ടും നോക്കുകയാണ്. E is not at end of any row. ഏത് ഒരു എൻഡിലും വരത്തില്ല, ഒരു റോയുടെയും എൻഡിൽ വരത്തില്ല. ഡി ഈസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എഫ്. എഫിന്റെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ആണ്. ഓക്കെ, അപ്പം അതിനർത്ഥം എന്ന് വെച്ചാൽ ഏതോ ഒരിടത്ത് ഡിയും എഫും കോർണറുകളിൽ വരുന്നുണ്ട്, എൻഡ് എക്സ്ട്രീം പോയിന്റുകളിൽ വരുന്നുണ്ട് ഏതോ ഒരു റോയിൽ. സി ഈസ് എ നെയ്ബർ ഓഫ് ഇ, അതായത് സി തൊട്ടടുത്താണ് ഇയുടെ ഇരിക്കുന്നത്. ആൻഡ് ഡയഗണലി ഓപ്പോസിറ്റ് ടു ഡി, അതായത് സി ഈസ് ഡയഗണലി ഓപ്പോസിറ്റ് ടു ഡി. ഇഫ് ബി ഈസ് എ നെയ്ബർ ഓഫ് എഫ്, ഹൂ ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് സി എന്നാണ് ചോദ്യം. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല, അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. ഫോർ എക്സാമ്പിൾ ഞാൻ ചിന്തിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുന്ന് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏതാ, നമ്മുടെ ഡി ഈസ് സെക്കൻഡ് ലെഫ്റ്റ് ടു എഫ് എന്ന് പറയുന്നുണ്ട്. ഡി ഈസ് സെക്കൻഡ് ലെഫ്റ്റ്, അതായത് ഇപ്പം ഞാൻ എഫ് ഇവിടെ നിന്ന് അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ ഡി എവിടെ ആയിരിക്കും? ഡി ഇവിടെ ആയിരിക്കും. പിന്നെ ഡീനെ ബേസ് ചെയ്തൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ സി ഈസ് ഡയഗണലി ഓപ്പോസിറ്റ് ടു ഡി, അപ്പോൾ സി ഇവിടെ വരും. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിയുടെ നെയ്ബറാണ് ആര്? ഇ. അപ്പോൾ പിന്നെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇഫ് ബി ഈസ് എ നെയ്ബർ ഓഫ് എഫ്, അപ്പോൾ ബി ഇവിടെ വരും. സോ ഇനി ബാക്കി ആരാ ഇവിടെ ഉള്ളത്? ഇനി ബാക്കിയുള്ളത് എ ആണ്. സോ നമ്മുടെ ചോദ്യം എന്താ? ദെൻ ഹൂ ഈസ് സിറ്റിംഗ് ഡയഗണലി ടു എഫ്? എഫിന് ഡയഗണലി ഓപ്പോസിറ്റ് ആരായിരിക്കുന്ന? എ. സോ ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. 7 ഫ്രണ്ട്സ് ഉണ്ട്, 7 ഫ്രണ്ട്സ്. എ, ബി, സി, ഡി, ഇ, എഫ്, ജി ആർ സിറ്റിംഗ് ഇൻ എ റോ. ഇ ഈസ് സിറ്റിംഗ് അറ്റ് ആൻ എക്സ്ട്രീം എൻഡ്, ഏതോ ഒരു എക്സ്ട്രീം എൻഡിലാണ് ഇ ഇരിക്കുന്നത്. സി ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ഇ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വരയ്ക്കുകയാണ്. ഇ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് ആരുണ്ട്? സി ഉണ്ട്. ദെൻ ബി ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ എ ആൻഡ് സി. അപ്പം ബി ഇവിടെ ആണെങ്കിൽ എ എവിടെ വരും? ഇവിടെ വരും. ജി ഈസ് നോട്ട് സിറ്റിംഗ് അറ്റ് ആൻ എക്സ്ട്രീം എൻഡ്. ഇനി ബാക്കി എത്ര പൊസിഷൻ ഉണ്ട്? മൊത്തത്തിൽ ഇപ്പോൾ 4 ആയി. ഇനി 1, 2, 3. അപ്പം ജി എന്തായാലും ഇവിടെ വരത്തില്ല, ജി ആ എക്സ്ട്രീം എൻഡിൽ വരത്തില്ല. ദെൻ എ ഈസ് നോട്ട് അറ്റ് ആൻ എക്സ്ട്രീം എൻഡ്, അത് നമുക്ക് ഓൾറെഡി ഈ ഒരു പടത്തിൽ അങ്ങനെയാണുള്ളത്. ദെൻ ഡി ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് ടു എഫ്. ഡി എന്ന് പറയുന്ന ആള് ഇമ്മീഡിയറ്റ് ടു എഫ് ആണ്. ദെൻ ഹൂ ഈസ് സിറ്റിംഗ് ഇൻ ദ മിഡിൽ എന്നാണ് ചോദ്യം. നമുക്ക് ഈ വരച്ച പടം വെച്ചിട്ട് എ ആണ് മിഡിൽ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കറക്റ്റ് ആയിരിക്കുമോ എന്ന് ചിന്തിച്ചു നോക്ക്. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നത് എന്താ? ജി ഈസ് നോട്ട് സിറ്റിംഗ് അറ്റ് ആൻ എക്സ്ട്രീം എൻഡ്. എക്സ്ട്രീം എൻഡിലല്ല, ജി ഒരിക്കലും ഇവിടെ അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് അതുമായിട്ട് റിലേറ്റ് ചെയ്യേണ്ട ഡി ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് ടു എഫ്. അപ്പോൾ എഫ് ഇവിടെ ആണെങ്കിൽ ഡി ഇവിടെ ആയിരിക്കണം, ജി ഇവിടെ ആയിരിക്കണം. പിന്നെ എഫിനെ കുറിച്ച് വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ? അതോ ഡീനെ കുറിച്ച് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഏകദേശം പടം കറക്റ്റ് ആണ് നമ്മുടെ. സോ ഓപ്ഷൻ ഡി എ ഈസ് ദി റൈറ്റ് ആൻസർ. നമ്മുടെ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ആവുന്നില്ലേ? ഇ ഈസ് സിറ്റിംഗ് അറ്റ് ആൻ എക്സ്ട്രീം എൻഡ് ആണല്ലോ. സി ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ഇ ആണല്ലോ. ബി ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ എ ആൻഡ് സി അതും ആണല്ലോ. ദെൻ ജി ഈസ് നോട്ട് അറ്റ് ആൻ എക്സ്ട്രീം എൻഡ്, ജി എക്സ്ട്രീം എൻഡിലല്ല. ദെൻ എ ഈസ് നോട്ട് അറ്റ് ആൻ എക്സ്ട്രീം എൻഡ്, അതും അല്ല. ദെൻ ഡി ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് ടു എഫ്, ഡി ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് ടു എഫ്. വേണമെങ്കിൽ ഇപ്പുറത്തും വരാം അപ്പുറത്തും വരാം, രണ്ടാണെങ്കിലും കറക്റ്റ് ആണ്. നമ്മുടെ കണ്ടീഷൻ അത്രേ പറയുന്നുള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങോട്ടാ പോകുന്ന മിഡിൽ ആരായിരിക്കുന്നതെന്നായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ അടുത്ത ചോദ്യത്തിൽ എന്താ പറയുന്നത്? പ്രാൺ, കോമൽ, രവി, ഷാലു, ത്രിലോക്, ഉറു, ബാസു, വോൾട്ടർ ആർ സിറ്റിംഗ് ഇൻ എ റോ ഫേസിംഗ് നോർത്ത്. അവരെല്ലാം നോർത്തിലോട്ട് നോക്കിയാണ് ഇരിക്കുന്നത്. PQRSTUBV. അപ്പോൾ എല്ലാവരുടെയും നമ്മുടെ ഫസ്റ്റ് ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാം, പല ലെറ്റേഴ്സ് ആയതുകൊണ്ട്. P is fourth to the right of T. അപ്പോൾ T ഉണ്ടെങ്കിൽ P ആണെങ്കിൽ എവിടെ ഇരിക്കുന്നത്? 4th to the right of T ആണ്. അപ്പോൾ 3 പേര് ഇടയിലുണ്ട്.
വോൾട്ടർ ഇസ് വി ഇസ് ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് ഷാലു. ഓക്കെ, അതങ്ങനെ ഇരിക്കട്ടെ. രവി ആൻഡ് ആർ ആൻഡ് യു വിച്ച് ആർ നോട്ട് അറ്റ് ദി എൻഡ്സ് ആർ നെയ്ബേഴ്സ് ഓഫ് കെ ആൻഡ് ടി. ഓക്കെ, അതും അവിടെ ഇരിക്കട്ടെ. വി ഇസ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് പി. പിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആണ് വി. ആൻഡ് പി ഇസ് എ നെയ്ബർ ഓഫ് കെ. അപ്പോൾ പിയുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരാളാണ് ആര്? കെ. വി ഇസ് ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് ഷാലു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് ഷാലു ആവുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വരും, എന്നിട്ട് എസ് എഴുതുക. അപ്പോൾ 3 പേരായില്ലേ ഇടയിൽ? ടോട്ടൽ ഇപ്പം എത്ര പേരായി? 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. മൊത്തത്തിൽ 8 പേരായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവരെ നമുക്ക് ഫില്ല് ചെയ്താൽ മതി. വോൾട്ടേഴ്സ് അതെല്ലാം പറയുന്നുണ്ട്. ദെൻ രവി ആൻഡ് യു, ആർ ആൻഡ് യു ആർ നെയ്ബേഴ്സ് ഓഫ് കെ ആൻഡ് ത്രിലോക് എന്ന് പറയുന്നുണ്ട്, റെസ്പെക്റ്റീവ്ലി എന്നാണ് പറയുന്നത്. അപ്പോൾ രവി ആരുടെ ആയിരിക്കും? കോമലിന്റെ. സോ ആർ ഷുഡ് ബി ഹിയർ. ദെൻ യു ആരുടെയാണ്? ഇസ് എ നെയ്ബർ ഓഫ് ടി. ഇനി ബാക്കി ആരാ ഉള്ളത്? ടോട്ടലി ഇനി ബി ആണ് ബാക്കിയുള്ളത്. സോ ബാസു ഇസ് ലെഫ്റ്റ്. ഇതാണ് നമ്മുടെ പടം. ഓക്കെ, യെസ്. ഇനി എന്താ ചോദ്യം? ഐഡന്റിഫൈ ഹു ആർ സിറ്റിംഗ് അറ്റ് ദി എക്സ്ട്രീം എൻഡ്. ത്രിലോകും ഷാലുവും ആണ് എക്സ്ട്രീം എൻഡ് ഇരിക്കുന്ന. ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. പിടികിട്ടിയോ? യെസ്. ഇനി 7 ഫ്രണ്ട്സ് OPQRSTU ആർ വാച്ചിങ് എ മൂവി സിറ്റിംഗ് ഇൻ എ റോ. ഒരു റോ ഉണ്ട്. ഓക്കെ, റോ ഉണ്ട്. എപ്പോഴത്തെ പോലെ റോ ഉണ്ട്. എത്ര പേരുണ്ട്? 7 പേരുണ്ട്. ദെൻ എസ് ഈസ് സിറ്റിംഗ് അറ്റ് 1 എക്സ്ട്രീം ആൻഡ്. ഞാനിപ്പോൾ ഒരു അസ്യൂം ചെയ്യാണ് എസ് ഇവിടെ ഇരിക്കുകയാണെന്ന്. പിന്നെ വേറൊരു രീതി എന്ന് പറഞ്ഞാൽ എസ് ആ റൈറ്റ് സൈഡ് ഇരിക്കുകയാണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ 2 കേസാണുള്ളത് നമുക്ക്. ഓക്കെ, അങ്ങനെ ഞാൻ ചെയ്തു പോകാം. ദെൻ ക്യൂ ഇസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എസ്. 1 2. അപ്പോൾ ക്യൂവിൻ്റെ പൊസിഷൻ ഇവിടെ ആണ്. ഇവിടെ ഇനി അങ്ങോട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ ഈ സെക്കൻഡ് കേസ് തന്നെ റോങ് ആണ്. നമ്മൾ നോർത്തിലോട്ടെന്നുള്ള രീതിയിലാണല്ലോ അസ്യൂം ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല നെക്സ്റ്റ് പോയിന്റ്. പി is sitting between O and Q. O അവരുടെ ഇടയിൽ വേണം. അപ്പോൾ പി ആണെങ്കിൽ ഇവിടെ ഇരിക്കണം. ദെൻ പി is sitting between O and Q. സോറി, O and Q. സോറി, നേരത്തെ പറഞ്ഞത് പീനെ കുറിച്ചിട്ടാണ്. ഓക്കെ, തൊട്ടടുത്ത് തന്നെ ഇരിക്കാം. ഓയ്ക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? എസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കണം വരിക. ഇപ്പം 5 പേർക്കുള്ള പ്ലോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ദെൻ ബോത്ത് യു ആൻഡ് ഒ ആർ നോട്ട് സിറ്റിംഗ് അറ്റ് ദി എക്സ്ട്രീം എൻഡ്. യുവും ഒയും എക്സ്ട്രീം എൻഡിലല്ല ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ ആർ ഇസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ടി. അപ്പോൾ ആറിന് ഇവിടെ ഇരുത്താൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ടി അവിടെ ഇല്ലല്ലോ. ടിക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ടി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആറ് ഇവിടെ ഇരിക്കും. പിന്നെ ആരാ ബാക്കിയുള്ളത്? പിന്നെ യു. അപ്പോൾ മൊത്തത്തിൽ 3 6 7. മൊത്തത്തിൽ 3 6 7. ഗോട്ട് ഇറ്റ്. യെസ്. ഇനി നമുക്ക് അറിയേണ്ടത് ഹൂ ഈസ് സിറ്റിംഗ് ഇൻ ദ മിഡിൽ. ആരാണ് മിഡിൽ ഇരിക്കുന്നത്? വി. ഓപ്ഷൻ ബി. യെസ്. അടുത്ത ചോദ്യം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് അപ്പോഴത്തേക്ക് പോകാം. ഇത് നമ്മൾ നേരത്തെ ചെയ്ത അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നേരത്തെ ചെയ്ത ചോദ്യമാണ്. അതിൽ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ നിങ്ങളുടെ രണ്ടാമത്തെ ഹോംവർക്കാണ്. അപ്പം നേരത്തെ കണ്ടത് ഫസ്റ്റ് ഹോംവർക്ക് ക്വസ്റ്റ്യൻ, ഇത് രണ്ടാമത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ. ABCDEFG. ABCDEFG ആർ സിറ്റിംഗ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഫേസിംഗ് നോർത്ത്. നോർത്തിലേക്കാണ് നോക്കിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഇത്ര ആൾക്കാർ. ഓക്കെ. ദെയർ ഈസ് ഓൺലി 1 person ബിറ്റ്വീൻ എഫ് ആൻഡ് സി. ഇ സിറ്റ്സ് ബിറ്റ്വീൻ എ ആൻഡ് ഡി. There is only 2 people between E and G. F sits on immediate left of A. അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. നമുക്കൊരു ഡയറക്റ്റ് ഇൻഫറൻസ് കിട്ടി. ഡയറക്റ്റ് ആയിട്ട് കിട്ടി. എന്താ പറയുന്നത്?
എഫ് സിറ്റ്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എ. അപ്പോൾ എഫിന്റെ പൊസിഷൻ ഇവിടെ ആയിരിക്കും. പിന്നെ നമുക്ക് ഇവിടെ പറയുന്നുണ്ട് ഇ സിറ്റ്സ് ബിറ്റ്വീൻ എ ആൻഡ് ഡി. ഓക്കെ, അപ്പോൾ ഇയുടെ പൊസിഷൻ എന്തായിരിക്കും? ഇ ഇവിടെ വരണം, പിന്നെ ഡി ഇവിടെ വരണം. ഇനി നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? there are only 2 persons between E and G. E and Gക്കിടയിൽ 2 പീപ്പിൾ മാത്രമേ വരാൻ പാടുള്ളൂ. ഒന്നെങ്കിൽ ജീത ഇവിടെ വരാം, അല്ലെങ്കിൽ ജീത ഇവിടെ വരാം. അവിടെ വരാൻ പറ്റുമോ? ഇല്ല, അതിനോടൊരു ഗ്യാപ്പും കൂടെ വേണം. അങ്ങനെയും വരാം. അങ്ങനെയാണ് പറയുന്നത്. നെക്സ്റ്റ്, പിന്നെ പറയുന്നുണ്ട് എഫ് സിറ്റ്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ഹൂ സിറ്റ്സ് ഇൻ ദ മിഡിൽ. എ എന്താ മിഡിലാണ് ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. മൊത്തത്തിൽ എത്ര പേരുണ്ട്? 3, 6, 7 ആൾക്കാരുണ്ട്. അപ്പോൾ എയുടെ റൈറ്റിലോട്ടും 3 പേര് വേണം, ലെഫ്റ്റിലോട്ടും 3 പേര് വേണം. അവിടെ തന്നെ നമുക്കിപ്പോൾ ആൻസർ ഇനി ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാൻ പറ്റും പെട്ടെന്ന് തന്നെ. ഇനി നമ്മളത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ there is only 2 people between എഫ് ആൻഡ് സി. എഫിനും സിക്കും ഇടയിൽ 2 ആൾക്കാരേ ഉള്ളൂ. there is only 1 person between F and C. So sorry. അപ്പോൾ സി ഇവിടെ ആയിരിക്കും. ദെൻ E sits between A and D. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ദെൻ there are only 2 persons between E and G. ജിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. ജി അപ്പോൾ ഇവിടെ ഇരിക്കണം. ഇനി ലാസ്റ്റ് ആരാ ബാക്കിയുള്ളത്? ആരാ? ബി ബാക്കിയുണ്ട്. ഇനി എന്താ? ഹൗ മെനി പീപ്പിൾ ആർ സിറ്റിംഗ് ബിറ്റ്വീൻ ഇ ആൻഡ് എഫ്. ഇക്കും എഫിനും ഇടയിൽ എത്ര പേരുണ്ട്? 1. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു among the following sits at the extreme ends of the row? സിയും ബിയും. Then who among the following sits immediate right of D? ഡിയുടെ തൊട്ട് റൈറ്റ് ഇരിക്കുന്ന ആരാ? ബി. Then who among the following sits third to the right of A? Third, first, second, third. That is B. പിടികിട്ടിയോ? സ്റ്റേക്ക്. സോ എന്താ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്? ആർ ഫേസിങ് വെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എസ് ഇസ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ആർ. ആർ ഉണ്ട്, ആർ ഇങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നതെന്ന് വിചാരിക്കുക. അതിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എവിടെ വരണം? എസ് എവിടെ വരും? എസ് വിൽ കം ഹിയർ. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ ഇവിടെ പറയുന്നത്? എസ് ഇസ് സിറ്റിംഗ് തേർഡ് ഫ്രം ദി നോർത്ത് എൻഡ്. എസ് ഇസ് സിറ്റിംഗ് തേർഡ് ഫ്രം ദി നോർത്ത് എൻഡ്. ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയാ? എസ് ഇസ് ഫ്രം ദി തേർഡ് ഫ്രം ദി നോർത്ത് എൻഡ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും മുകളിൽ നിന്നും 3ാമത്തെ പൊസിഷനിലാണ് എസ് ഉള്ളത്. ഇനി എത്ര പേര് കാണും? ഇനി ടോട്ടൽ 4 പേര് വരണം അല്ലേ? മൊത്തത്തിൽ 7 പേരല്ലേ ഉള്ളത്. പിന്നെ ടി ഈസ് അറ്റ് ആൻ എക്സ്ട്രീം എൻഡ്. അപ്പോൾ ടി മുകളിൽ വരാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ക്യൂ ആണ് നെയ്ബർ. അപ്പോൾ ടി ഏറ്റവും താഴെയും ക്യൂ തൊട്ട് മുകളിലും വരും. പിന്നെ വി ഈസ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് യു. അപ്പോൾ വി ഇവിടെ വന്നു കഴിഞ്ഞാൽ യു ഇവിടെ വരും. ഇനി ബാക്കി ആരാ ഉള്ളത്? പി ആണുള്ളത്. സോ ഇനി ക്വസ്റ്റ്യൻ എന്താ? നെയിം ദ പേഴ്സൺ ഹൂ ചേഞ്ചസ് പ്ലേസ് വിത്ത് ആർ. അതായത് ആറുമായിട്ട് പ്ലേസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സച്ച് ദാറ്റ് he gets the 4th place from the south end. ഓക്കെ, ആരാണ് ആറുമായിട്ട് പ്ലേസ് മാറ്റുന്നത്? സോ ദാറ്റ് ആറിന് എന്ത് കിട്ടും? 4th place കിട്ടും. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, 4. അപ്പോൾ യു ആണ് 4ാമത്തെ പൊസിഷനിൽ ഇരിക്കുന്നത്. അപ്പോൾ യുവും ആറും തമ്മിൽ പ്ലേസ് എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആറിന് 4th പൊസിഷൻ ഫ്രം ദി സൗത്ത് എൻഡിൽ നിന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഇസ് ഓപ്ഷൻ ഇ. സോ ഈ ഒരു ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ പി ക്യു ആർ എസ് ടി ആർ സിറ്റിംഗ് ഇൻ എ ലൈൻ ഫേസിംഗ് വെസ്റ്റ്. വെസ്റ്റ് എങ്ങോട്ടാ? ഇങ്ങോട്ട്. പി ആൻഡ് ക്യു ആർ സിറ്റിംഗ് ടുഗദർ. ആർ ഇസ് സിറ്റിംഗ് അറ്റ് ദി സൗത്ത് എൻഡ്. ആറ് സൗത്ത് എൻഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ എത്ര പേരുണ്ട്? 5 പേരുണ്ട് അല്ലേ? ആർ എവിടെ ഇരിക്കുന്നത്? സൗത്ത് എൻഡിൽ. ഏറ്റവും താഴെയാണല്ലോ സൗത്ത് എൻഡ്. യെസ്, എസ് ഇസ് സിറ്റിംഗ് അറ്റ് ദി നോർത്ത് എൻഡ്. എസ് ഏറ്റവും മുകളിൽ ഇരിക്കുന്നു. ടി ഇസ് എ നെയ്ബർ ഓഫ് ക്യു ആൻഡ് ആർ. അപ്പോഴത്തേക്ക് ടി നടുക്ക് വരണം. ഇനി എന്താ നമുക്കറിയുന്നത്? P and Q are sitting together. P and Q are sitting together. എന്നുവെച്ചാൽ വേറെ എന്താ? T is a neighbor of Q and R എന്നാണ് പറയുന്നത്. അപ്പോൾ T is a neighbor of Q and R. അപ്പോൾ T ഇവിടെ ആണെങ്കിൽ Q ഇവിടാണ്. ബാക്കി ആരാ ഉള്ളത്? P ആണുള്ളത്. ഇനി ചോദ്യം എന്താണ്? Who is sitting in the middle? Option B is the right answer. അപ്പോൾ A, B, C, D and E are 5 men സിറ്റിംഗ് ടുവേർഡ്സ് സൗത്ത്. 5 ആണുങ്ങളാണെങ്കിൽ സൗത്തിലോട്ട് നോക്കിയിരിക്കുന്നു. MNOPQ എന്ന് പറയുന്ന 5 ലേഡീസ് ആണെങ്കിൽ നോർത്തിലോട്ട് നോക്കിയിരിക്കുന്നു. അപ്പം ഞാനൊരു സാമ്പിൾ പടം വരച്ചു കഴിഞ്ഞാൽ ഞാൻ പടം വരയ്ക്കുകയാണ്. ഇപ്പം സൗത്തിലോട്ട് നോക്കുന്നത് ആരാ? മെന്നാണ്. A, B, C, D, E. അതേപോലെ നോർത്തിലോട്ട് നോക്കുന്നത് ആരാ?
MNOPQ എന്ന് പറയുന്ന ആൾക്കാരാണ് നോർത്തിലോട്ട് നോക്കുന്നത്. അപ്പോൾ അത് രണ്ടും നമുക്ക് ക്ലിയർ ആണല്ലോ അല്ലേ. ഇനി നമുക്ക് കണ്ടീഷൻസ് എടുത്ത് നോക്കാം. B ഈസ് ജസ്റ്റ് നെക്സ്റ്റ് ടു റൈറ്റ് ഓഫ് D. ഡിയുടെ തൊട്ട് റൈറ്റിലാണ് B ഉള്ളത് ആൻഡ് ഈസ് ഓപ്പോസിറ്റ് ടു Q. അതിന് നമുക്ക് എന്തെങ്കിലും ഇപ്പം വരയ്ക്കാൻ പറ്റുമോ? പെട്ടെന്ന് വരയ്ക്കാൻ പറ്റത്തില്ല. C ആൻഡ് N ആർ ഡയഗണലി ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. ഏതോ രണ്ട് കോർണറിൽ സിയും എന്നും ഉണ്ട്. ദെൻ E ഈസ് ഓപ്പോസിറ്റ് ടു O. ഈ ഒയ്ക്ക് ഓപ്പോസിറ്റ് ആണ്. ഹു ഈസ് ജസ്റ്റ് നെക്സ്റ്റ് റൈറ്റ് ഓഫ് M. എമ്മിൻ്റെ റൈറ്റിലാണ് ആരോ ഉള്ളത്? O ഉള്ളത്. O ഹു അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പം ഒയുടെ തൊട്ട് എമ്മിൻ്റെ തൊട്ട് റൈറ്റിലാണ് ആരുള്ളത്? O. ദെൻ P ഈസ് ലെഫ്റ്റ് ഓഫ് Q. ക്യൂവിൻ്റെ തൊട്ട് ലെഫ്റ്റിലാണ് P ഉള്ളത്. ഈസ് ഓപ്പോസിറ്റ് ടു D എന്നും പറയുന്നുണ്ട്. ദെൻ M ഈസ് അറ്റ് വൺ എൻഡ് ഓഫ് ദ ലൈൻ. M ഒരു എൻഡിലാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഒരു ലൈൻ ഉണ്ട്. O ആണെങ്കിൽ എമ്മിൻ്റെ റൈറ്റിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും എമ്മിന് ഇവിടെ വന്നിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? എം അവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ O റൈറ്റിലോട്ട് ഇരിക്കത്തില്ല. അതുകൊണ്ട് എം ഈ എൻഡിലായിരിക്കും ഉണ്ടാവുക. തൊട്ട് റൈറ്റിലായിട്ട് ആരും ഉണ്ടാവും? O ഉണ്ടായിരിക്കും. പിന്നെ ഒരു കാര്യം ആലോചിക്കേണ്ട, E ഈസ് ഓപ്പോസിറ്റ് ടു O. അപ്പോൾ ഇയുടെ പൊസിഷൻ ഇതായിരിക്കും. പിന്നെ ഇയെ കുറിച്ച് വേറെ വല്ലതും പറയുന്നുണ്ടോ? ഇയെ കുറിച്ച് വേറെ ഒന്നും പറയുന്നില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അത്രയും കാര്യങ്ങൾ പിടികിട്ടിയില്ലേ? ഇനി അപ്പം ബാക്കി ഇത്രയും പൊസിഷൻസ് ആണ് ഉള്ളത്. ഇനി വേറൊരു കാര്യം, C ആൻഡ് N ആർ ഡയഗണലി ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. അപ്പോൾ സിക്ക് ഇനി ഏത് പൊസിഷനിലായിരിക്കാൻ പറ്റുക? അല്ല, എന്നിന് ഇനി ഏത് പൊസിഷനിലായിരിക്കാൻ പറ്റുക? എന്നിന് ഇവിടെ അല്ലേ ഇരിക്കാൻ പറ്റൂ. കാരണം വെച്ചാൽ അപ്പുറത്തെ ഡയഗണലിലെ ആ ഒരു എൻഡിലാണെങ്കിൽ M ഇരിക്കുന്നു. അതുകൊണ്ട് N അവിടെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ C ഇവിടെ ആയിരിക്കും ഇരിക്കുക. ദെൻ ഇവിടുന്ന് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ P ഈസ് ലെഫ്റ്റ് ഓഫ് Q. P എന്ന് പറയുന്നത് ലെഫ്റ്റ് ഓഫ് Q ആണ്. അപ്പോൾ P ഇവിടെ ആണെങ്കിൽ Q ഇവിടെ ആയിരിക്കും. ദെൻ P ഈസ് ഓപ്പോസിറ്റ് ടു വാട്ട്? P ഈസ് ഓപ്പോസിറ്റ് ടു D ആണ്. ഇനി ബാക്കി എന്താ ഉള്ളത്? D യെ കുറിച്ച് പറയുന്നത് B ഈസ് ജസ്റ്റ് നെക്സ്റ്റ് റൈറ്റ് ഓഫ് D. ഈ റൈറ്റ് മാറ്റിയേ, ഈ ക്വസ്റ്റ്യൻ ഈ റൈറ്റ് കറക്റ്റ് ആവത്തില്ല, ലെഫ്റ്റ് എന്നാണ് വരേണ്ടത്. എന്നാലേ നമ്മുടെ മൊത്തത്തിലുള്ള കോൺസെപ്റ്റ് റെഡി ആവത്തുള്ളൂ. ദെൻ B ഇവിടെ ആണ്. ഇനി ഫൈനലി എന്താ വരുന്നത്? ബാക്കിയുള്ള ആരാ? ഇനി A ആണ് ബാക്കിയുള്ളത്. സോറി, അവിടെ ഒരു മിസ്റ്റേക്ക് വന്നതാണ്, അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ ഇത് നോക്കിയിട്ട് ഇനി നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ചെയ്തുകൂടെ? അത് നിങ്ങളൊന്ന് ഈ ക്വസ്റ്റ്യൻസിനെല്ലാം ഉള്ള ആൻസർ തേർഡ് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഒന്ന് മെൻഷൻ ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടാതിരിക്കത്തില്ല. എവിടെ പോകാനാ? യെസ്. ഇനി നമ്മൾ സർക്കുലാർ അറേഞ്ച്മെന്റിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇത്രയും നേരം നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? ഇത്രയും നേരം നമ്മൾ ലീനിയർ അറേഞ്ച്മെന്റ് ആണ് ഡിസ്കസ് ചെയ്തത്. സർക്കുലാർ അറേഞ്ച്മെന്റ് ലീനിയറിനെക്കാളും കമ്പാരിറ്റീവ്ലി ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് കിട്ടും. ഈ സർക്കുലാറും അതേപോലെ പോളിഗൺ ബേസ് ചെയ്തുള്ള അറേഞ്ച്മെന്റും ഏകദേശം സിമിലർ ആണ്. സർക്കുലാർ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് പോളിഗൺ ചെയ്യാൻ പറ്റും. അപ്പം സർക്കുലാറിന്റെ കേസിൽ എന്താ വരുന്നത്? സർക്കുലാർ ആണെങ്കിൽ ഒന്നെങ്കിൽ സെന്ററിലേക്ക് നോക്കിയിരിക്കും, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ സെന്ററിലേക്ക് നോക്കും. അങ്ങനെ രണ്ട് കേസാണ് സർക്കുലാർ അറേഞ്ച്മെന്റിലും പോളിഗൺ അറേഞ്ച്മെന്റിലും വരുന്നത്. നമുക്ക് പക്ഷേ കൂടുതലും വരുന്നത് സെന്ററിലേക്ക് നോക്കിയിരിക്കുന്നതാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നൊന്നായിട്ട് ചെയ്ത് നോക്കാം. ABCDEFGH ആർ സിറ്റിംഗ് ഇൻ എ സർക്കിൾ ഫേസിങ് സെന്റർ. അപ്പോൾ സെന്ററിലോട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു സർക്കിൾ തന്നെ അങ്ങ് വരയ്ക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ സർക്കിൾ എന്ന് വിചാരിക്കാം. അപ്പോൾ മൊത്തത്തിൽ എത്ര പേരുണ്ട്? 3, 6, 8 പേരുണ്ട്. 1, 2, 3, 4, 5, 6. ഓക്കെ, എല്ലാവരും സെൻറ്ററിലോട്ടാണ് നോക്കി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് റൈറ്റും ലെഫ്റ്റും ഒക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? D sits third to the left of A. D ആണെങ്കിൽ തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് A എന്നാണ് പറയുന്നത്. ദെൻ E sits immediate right of A അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്നൊരു സാധനം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാനൊരു അസംഷൻ നടത്തുകയാണ്. വെറുതെ റാൻഡമായിട്ട് അസ്യൂം ചെയ്യുക. D sits third to the left of A എന്നല്ലേ പറയുന്നത്. അപ്പോൾ A ഇവിടെ ഇരിക്കുകയാണെങ്കിൽ D എവിടെ ആയിരിക്കും ഇരിക്കുക? D sits third to the left of A. ലെഫ്റ്റ് എവിടാ? ഏത് സൈഡാണ് ലെഫ്റ്റ് ഇരിക്കുന്നത്? യെസ്, D അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. D അപ്പോൾ ഇവിടെ ആയിരിക്കും ഇരിക്കുക.
ഇനി ഇ സിറ്റ്സ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എ, അപ്പോൾ ഇ ഇവിടെ ആയിരിക്കും ഇരിക്കുക. ഇനി ബി ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി, ഡി അങ്ങോട്ട് നോക്കിയിരിക്കുന്ന, ഡി അങ്ങോട്ട് സെൻട്രലോട്ട് നോക്കിയിരിക്കുന്ന ഡി, അതിൻ്റെ തേർഡ് ടു ദ ലെഫ്റ്റ് ആരാണ്? ബി ആണുള്ളത്. അപ്പം 1 2 3, അപ്പോൾ ബിയുടെ പൊസിഷൻ ഇതാണ്. ജി ഈസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ബി, അപ്പോൾ ബിയുടെ റൈറ്റ് പൊസിഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബിയുടെ റൈറ്റ് പൊസിഷൻ എങ്ങോട്ടാണ് വരുന്നത്? അത് ഇങ്ങോട്ടല്ലേ വരുന്നത്. അപ്പോൾ 1 2, അപ്പോഴത്തേക്ക് ആരായിരിക്കുന്നത് അവിടെ? ജി ആണ് അവിടെ ഇരിക്കുന്നത്. സി ഈസ് എ നെയ്ബർ ഓഫ് ബി, അപ്പോൾ സി ഇവിടെ ആയിരിക്കും വരിക. ഇനി ബാക്കി ആരാ? സി ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എച്ച്, അപ്പോൾ എച്ച് എവിടെ ആയിരിക്കണം? എച്ച് ഇവിടെ ആണെങ്കിൽ തേർഡ് ടു ദ ലെഫ്റ്റ് ആവോ? 1 2 3, അതെ, മുകളിലാവത്തില്ല. ഇനി ബാക്കി ആരാ ഉള്ളത്? ഫൈനലി എ ബി സി ഡി ഇ എഫ് ആണ് ബാക്കിയുള്ളത്. ദെൻ ക്വസ്റ്റ്യൻ ഈസ് ഹൂ ഈസ് സിറ്റിംഗ് എക്സാക്ട്ലി ബിറ്റ്വീൻ എഫ് ആൻഡ് ഇ എന്നാണ് ചോദ്യം. സോ ഓപ്ഷൻ ഡി, എ ഈസ് ദി റൈറ്റ് ആൻസർ. പിടി കിട്ടിയോ? യെസ്. 6 friends A, B, C, D, E and F are sitting around a circular table. അപ്പോൾ നമുക്ക് നമ്മുടെ സർക്കിൾ വരയ്ക്കാം. ഓക്കെ, ദെൻ എത്ര പേരാ ഉള്ളത്? 6 പേരാ ഉള്ളത്. അപ്പം 6 പേർക്കുള്ള രീതിയിൽ ഉള്ള പടം വരയ്ക്കണം. ഓക്കെ, ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അപ്പം ഇവനും ഇവനും ഓപ്പോസിറ്റ്, ഇവനും ഇവനും ഓപ്പോസിറ്റ്, ഇവനും ഇവനും ഓപ്പോസിറ്റ്, അങ്ങനെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, എല്ലാവരും അറൗണ്ട് എ സർക്കുലർ ടേബിൾ ഫേസിംഗ് ടുവേർഡ്സ് സെന്റർ എന്നാണ് പറയുന്നത്. അഥവാ ക്വസ്റ്റിന് സെന്റർ എന്നോ ഔട്ട് സൈഡ് എന്നോ തന്നിട്ടില്ലെങ്കിൽ സെന്റർ ആയിട്ട് തന്നെ അസ്യൂം ചെയ്യുക. ഇ ഈസ് നോട്ട് സിറ്റിംഗ് ബിറ്റ്വീൻ ബി ആൻഡ് എ, അത് നമുക്കിപ്പോൾ നമ്മളൊന്നും എഴുതാൻ പറ്റത്തില്ല. എ സിറ്റ്സ് ലെഫ്റ്റ് ഓഫ് എഫ്, എ ആണെങ്കിൽ എഫിന്റെ ലെഫ്റ്റിലോട്ടാണെന്ന് പറയുന്നുണ്ട്. സി ഈസ് ടു ദ ഫോർത്ത് ഓഫ് എ, അപ്പോൾ എ ഞാൻ ഇവിടെ ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ സി ഈസ് ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് എ, അപ്പോൾ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ 1 2 3 4, അപ്പോൾ സിയുടെ പൊസിഷൻ ഇവിടാണ് വരിക. ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, പിന്നെ എ സിറ്റ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് എഫ്, അപ്പോൾ എഫ് ആണെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു ഈ ഒരു 3 പൊസിഷനിൽ ഏതെങ്കിലും ആയിരിക്കും പെട്ടെന്ന് നോക്കിയാൽ വരേണ്ടത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ഏതാ ഇയും ഡിയും തമ്മിലുള്ള റിലേഷൻ നടക്കത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇയും ഡിയും തമ്മിലുള്ള റിലേഷൻ നടക്കത്തില്ല. അങ്ങനാണെങ്കിൽ നമുക്ക് എഫിനെ ഇവിടെ എഴുതാം. അങ്ങനാണെങ്കിൽ ഇ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡി ഇവിടെ വന്നില്ലേ, പിന്നെ ബാക്കി ആരാ ഉള്ളത്? പി ആണുള്ളത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഹൂ സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എഫ്, എഫ് ഇങ്ങോട്ട് നോക്കുന്നു, അവൻ്റെ സെക്കൻഡ് 1 2, അതെന്ന് പറയുന്നത് ഓപ്ഷൻ സി, ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. 4 ladies A, B, C, D and 4 gentlemen E, F, G, H are sitting in a circle around a table facing each other. അതായത് ഫേസിങ് ഈച്ച് അതർ എന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ സെന്ററിലോട്ടാണ് നോക്കുന്നതെന്ന് അർത്ഥം. ആദ്യം ഞാൻ നമ്മുടെ സർക്കിൾ ഒന്ന് വരയ്ക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, പ്രോപ്പർ സർക്കിൾ കിട്ടി. അപ്പോൾ എത്ര പേരുണ്ട് മൊത്തത്തിൽ? 4 4 8 പേരുണ്ട്. അപ്പം 1 2 4 5 6 7 8, മൊത്തത്തിൽ 8 പേരുണ്ട്. എല്ലാവരും സെന്ററിലേക്ക് തന്നെയാണ് നോക്കുന്നതെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അങ്ങനെ തന്നെയാണ് വിചാരിക്കേണ്ടത്. ഇനി നോ 2 ladies or gentlemen are sitting side by side, അതായത് 2 ലേഡീസ് അല്ലെങ്കിൽ 2 ജെന്റിൽമാൻ ഒരിക്കലും ഒരുമിച്ച് ഇരിക്കത്തില്ല. ഓക്കെ, അടുത്തടുത്ത് മെന്നും വിമനും വരത്തില്ല. സി ഹു ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ജി ആൻഡ് ഇ ഈസ് ഫേസിങ് ഡി. ഓക്കെ, സി അപ്പോൾ ആരെയാണ് ഫേസ് ചെയ്യുന്നത്? ഞാനിപ്പോൾ സീനെ ഇവിടെ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സി ആരെയാണ് ഫേസ് ചെയ്യുന്നത്? അതെനിക്ക് എന്തായാലും അറിയാം, ഡീനെയാണ് ഫേസ് ചെയ്യുന്നത്. ആ ഒരു ഇൻഫറൻസ് കിട്ടി. എഫ് ഇസ് ബിറ്റ്വീൻ ഡി ആൻഡ് എ ഫേസിങ് ജി. എഫ് ഇസ് ബിറ്റ്വീൻ ഡി ആൻഡ് എ ഫേസിങ് ജി. അപ്പോൾ എഫ് ജിനെയാണ് നോക്കുന്നതെന്ന് പറയാം. എച്ച് ഇസ് ടു ദ റൈറ്റ് ഓഫ് ബി. എച്ച് ആണെങ്കിൽ ബിയുടെ റൈറ്റിലേക്കാണെന്നും അറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. നമുക്കപ്പം ഒന്നുകൂടെ ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇവിടെ
സിയും ഡിയും എവിടെയാണ് വരുന്നത്? അത് ലേഡീസ് അല്ലേ? അപ്പോഴത്തേക്ക് ഒരിക്കലും ഇവിടെ ഒരിക്കലും എയും ബിയും ഇരിക്കാൻ പറ്റത്തില്ല. ഇവിടെയും ഒരിക്കലും എയും ബിയും ഇരിക്കാൻ പറ്റത്തില്ല. ഇവിടെയും ഒരിക്കലും എയും ബിയും ഇരിക്കാൻ പറ്റത്തില്ല. ഇവിടെയും എയ്ക്കും ബിക്കും ഇരിക്കാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടാണ്? മനസ്സിലായോ? എയ്ക്കും ബിക്കും അവിടെ ഇരിക്കാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്താ? നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, ലേഡീസ്, നോട്ട് ടു ലേഡീസ് ഓർ നോട്ട് ടു ജെന്റിൽമെൻ സിറ്റ് ടുഗെദർ എന്ന് പറയുന്നത് കൊണ്ട്. അത്രയും അറിഞ്ഞിരുന്നാൽ ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എഫ് ഈസ് ബിറ്റ്വീൻ ഡി ആൻഡ് എ. എഫ് എന്ന് പറയുന്നത് ഡിക്കും എയ്ക്കും ഇടയിലായിരിക്കണം. ഈസ് ഫേസിങ് ഹൂം? ഈസ് ഫേസിങ് ജി എന്നും പറയുന്നുണ്ട്. എന്നിട്ട് സി ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ജി ആൻഡ് ഇ. ജിക്കും ഇക്കും ഇടയിലാണ് സി ഉള്ളത്. അപ്പൊ ഞാനൊരു അസംഷൻ എടുക്കുവാണ്. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ജിയുടെ പൊസിഷൻ ഇതാണെങ്കിൽ അപ്പോൾ ഇയുടെ പൊസിഷൻ എന്തായിരിക്കും? ഇ ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് പറയുന്നുണ്ട് എഫ് ഇസ് ബിറ്റ്വീൻ ഡി ആൻഡ് എ ഫേസിങ് ജി. എഫ് ഇവിടെ ആയിരിക്കും, എ ഇവിടെ ആയിരിക്കും. ഇനി ബാക്കി എന്താ പറയുന്നത്? എച്ച് ഇസ് ടു ദ റൈറ്റ് ഓഫ് ബി എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എച്ച് ഇവിടെ വരണം, ബി ഇവിടെ വരണം. ഇത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കറക്റ്റായിട്ട് തന്നെയല്ലേ വരുന്നത്? യെസ്, നോക്കിയേ, സി ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ജി ആൻഡ് ഡി. സി ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ജി ആൻഡ് ഡി, കറക്റ്റ് ആണ്. എഫ് ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ഡി ആൻഡ് എ. എഫ് ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ഡി ആൻഡ് എ. Then H is to the right of B. H is to the right of B ആണ്. Then C is facing D. C is facing D ആണ്. Nor two ladies or gentlemen are sitting together. അതാണ് നമ്മുടെ ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ. അതും സാറ്റിസ്ഫൈഡ് ആണ്. Who is the immediate neighbor of B? G and H. Option A. Yes, കിട്ടി. പിന്നെ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പം പൊതുവെ, അതായത് രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നില്ലെന്ന് പറയുമ്പം എപ്പോഴും നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ സെയിം ജെൻഡറിലുള്ളവരായിരിക്കും. അപ്പം രണ്ട് ലേഡീസ് തമ്മിലായിരിക്കും നോക്കിയിരിക്കുന്നത്. അതേപോലെ എട്ടിൻ്റെ കണക്കല്ലേ, അപ്പം രണ്ട് ലേഡീസ് തമ്മിലായിരിക്കും നോക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ രണ്ട് ജെൻസ് തമ്മിലായിരിക്കും ഓപ്പോസിറ്റ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A is seated between D and F at a round table. അപ്പോൾ നമുക്കൊരു ടേബിൾ വരയ്ക്കാം. Yes, A is seated between D and F in a round table. C is seated between D. C is seated opposite to D. E is round adjacent to D. Adjacent to D എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത്, ആ ഒരു രീതിയിൽ. റൗണ്ട് അഡ്ജസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ റൗണ്ട് ടേബിൾ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, ദെൻ എത്ര പേരാണ് ഇവിടെ മൊത്തത്തിലുള്ള? എ ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്, സി ഉണ്ട്, പിന്നെ ആരോളെ, പിന്നെ ഇ ഉണ്ട്, പിന്നെ ഹൂ ഈസ് സിറ്റിംഗ് ഓപ്പോസിറ്റ് ടു ബി എന്നാണ് ചോദ്യം. മൊത്തത്തിൽ 6 പേരുണ്ട്. അപ്പം 1 2 3 4 5 6. ഓക്കെ, ഓക്കെ. അപ്പം ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ്, ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ്, ഇവർ രണ്ടുപേരും ഏതാ? ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാനുണ്ട് എ ഈസ് സീറ്റഡ് ബിറ്റ്വീൻ ഡി ആൻഡ് എഫ്. സി ഈസ് സീറ്റഡ് ഓപ്പോസിറ്റ് ടു ഡി. അപ്പോൾ സി ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഡി ഇവിടെ ആയിരിക്കും. ഇ ഈസ് റൗണ്ട് അഡ്ജസ്റ്റന്റ് ടു ഡി. അപ്പോൾ ഇ ആണെങ്കിൽ റൗണ്ട് അഡ്ജസ്റ്റന്റ് ടു ഡി ആണ്. ഒന്നെങ്കിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ വരാം. അതങ്ങനെ ഇരിക്കട്ടെ, ഇപ്പം ഞാനത് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എ ഈസ് സീറ്റഡ് ബിറ്റ്വീൻ ഡി ആൻഡ് എഫ്. എ ഈസ് സീറ്റഡ് ബിറ്റ്വീൻ ഡി ആൻഡ് എഫ് എന്ന് പറയുന്നുണ്ട്. അങ്ങനാണെങ്കിൽ ഡി ഇവിടെ ആണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ എ ഇവിടെ കൊടുത്തു, അങ്ങനാണെങ്കിൽ എഫ് ഇവിടെ വരണം എന്നാണല്ലോ നമ്മുടെ അർത്ഥം. ദെൻ സി ഈസ് സീറ്റഡ് ഓപ്പോസിറ്റ് ടു ഡി. ഇ ഈസ് റൗണ്ട് അഡ്ജസൻറ്റ്. ഓക്കെ, അപ്പോൾ ഇ ഇവിടെ വരും. ഇവിടെ എല്ലാം കറക്റ്റ് ആയല്ലോ. ഇനി ബാക്കി ആരാവുള്ള? പിന്നെ ബാക്കിയുള്ളത് ബി ആണ്. അപ്പോൾ ബി ഈസ് ഓപ്പോസിറ്റ് ടു ഹൂം? ഓപ്ഷൻ എ.
പ്രത്യേകിച്ച് ഇവിടെ തെറ്റൊന്നും വരുന്നില്ലല്ലോ. എ ഈസ് സീറ്റഡ് ബിറ്റ്വീൻ ഡി ആൻഡ് എഫ്. അതെ, ഡിക്കും എഫിനും ഇടയിലാണ് എ വരുന്നത്. സി ഈസ് സീറ്റഡ് ഓപ്പോസിറ്റ് ടു ഡി. സി ഓപ്പോസിറ്റ് ടു ഡി ആണ് വരുന്നത്. ദെൻ ഇ ഈസ് റൗണ്ട് അഡ്ജസ്റ്റൻറ്റ് ടു ഡി. ഇ എന്ന് പറയുന്നത് ഡിയുടെ തൊട്ടപ്പുറത്താണ്. ദെൻ ഫൈനലി വാട്ട്? ഫൈനലി ബി ഉണ്ട്. ബീനെ നമ്മൾ ഓപ്പോസിറ്റ് ടു എ. അടുത്ത ചോദ്യം, 8 ഫ്രണ്ട്സ് IJKLMNOP. എത്ര പേരുണ്ട്? 3, 6, 8. മൊത്തത്തിൽ 8 പേരാണുള്ളത്. അപ്പം നമ്മുടെ സർക്കിൾ എങ്ങനെ ആയിരിക്കുക? ഓക്കെ, 1 2 3 4 5 6 7 8. ഓക്കെ, എങ്ങനെയാണെന്ന് വിചാരിക്കുക, ഒരു ക്ലോക്കാന്ന് വിചാരിക്കുക. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? ജെ ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ O and L. അതവിടെ ഇരിക്കട്ടെ. P is third to the left of J. അത് നല്ലൊരു കാര്യമാണ്. P is ഇപ്പോൾ സെൻട്രലോട്ടാണല്ലോ നോക്കുന്നത്. യെസ്, P is third to the left of J. J ഇവിടെ ആണെങ്കിൽ third to the left. അപ്പോൾ 1 2 3. അപ്പോൾ ആരാ? P ആണ് third to the left of J വരുന്നത്. ആൻഡ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് I. ആരാണ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് I? P is third to the left of J ആൻഡ് അപ്പോൾ P ജെയുടെ തേർഡ് ടു ദ ലെഫ്റ്റ് ആണ്. അതേപോലെ തന്നെ ഐയുടെ സെക്കൻഡ് ടു ദ റൈറ്റ് ആണ്. അപ്പോൾ ഐ ഇവിടെ ഇരിക്കുമ്പോൾ 1 2. ഓക്കെ, ഇത്രയും പൊസിഷൻ കിട്ടി. കെ ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ഐ ആൻഡ് ഒ. ഇപ്പോൾ ഒയിനെ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുമോ? ഇല്ല. ഈ താഴെ എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കെ ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ഐ ആൻഡ് ഒ. ജെ ആൻഡ് എം ആർ നോട്ട് സിറ്റിംഗ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. അപ്പോൾ ഒരിക്കലും എം ഇവിടെ വരത്തില്ല. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ദെൻ ഇനി ഇവിടെ പറയുന്ന വേറൊരു കാര്യം, ജെ ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ഒ ആൻഡ് എൽ. ജെ ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ഒ ആൻഡ് എൽ. അപ്പോൾ എമ്മിൻ്റെ പൊസിഷൻ ഇവിടെ. ഇനി ബാക്കി ആരാണുള്ളത്? ഇനി ബാക്കി എൻ ആണുള്ളത്. ഇനി ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. കെ ഈസ് സിറ്റിംഗ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എൽ. എല്ലിൻ്റെ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 1 2 3. അത് കറക്റ്റാണ്. നോട്ട് കറക്റ്റ് ആണ് ചോദ്യം. ഐ ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ കെ ആൻഡ് എൻ. ഐ ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ കെ ആൻഡ് എൻ. അതും കറക്റ്റാണ്. ദെൻ എൽ ആൻഡ് ഐ ആർ സിറ്റിംഗ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. അതെ, രണ്ടുപേരും ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതും കറക്റ്റാണ്. അപ്പോൾ അവസാനത്തെ ആയിരിക്കും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ദാറ്റ് ഈസ് എം ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ എൻ ആൻഡ് എൽ. എം ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ എൻ ആൻഡ് എൽ. അത് റോങ് ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, 6 പേഴ്സൺസ്, 6 പേരാണുള്ളത്. അപ്പോൾ സർക്കിൾ, ഇത് സർക്കിൾ തന്നെ ആയിരിക്കണമല്ലോ. അതെ, സർക്കിൾ തന്നെ. യെസ്, ഓക്കെ. 6 persons are facing the center. Okay, Parikh is between Bablu and Narendra. Ashok is between Chitra and Pankaj. Chitra is on the immediate left of Bablu എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിത്രനെ ഇവിടെ എഴുതുവാണ്. ചിത്ര ഈസ് ഓൺ ദി ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ഹൂം? ബബ്ലു. അപ്പം ബബ്ലു ഇവിടെ ആയിരിക്കണം. ബബ്ലു അപ്പുറത്തായിരിക്കണം. ഓക്കെ, ദെൻ പാരിക് ഈസ് ബിറ്റ്വീൻ ബബ്ലു ആൻഡ് നരേന്ദർ. അപ്പോൾ പാരിക് ഇവിടെ ആയിരിക്കും ആൻഡ് നരേന്ദർ ഇവിടെ ആയിരിക്കും. നരേന്ദർ ഇവിടെ ആയിരിക്കും. ദെൻ അശോക് ഈസ് ബിറ്റ്വീൻ ചിത്ര ആൻഡ് പങ്കജ്. സോ അശോക് ഈസ് ബിറ്റ്വീൻ ചിത്ര ആൻഡ് പങ്കജ്. പരിപാടി കഴിഞ്ഞ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ? ഹു ഈസ് ഓൺ ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ബബ്ലു? ആൻസർ ആരാ? പരീഖ്. ഓപ്ഷൻ എ. പിടി കിട്ടിയോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കുറച്ച് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നിങ്ങൾക്ക് കുറേ സ്റ്റെപ്സ് ഉണ്ട്. നിങ്ങൾ അതെല്ലാം വായിച്ച് വെച്ചിട്ട് നിങ്ങളൊന്ന് ഹോംവർക്കായിട്ട് ചെയ്യുക. 4th ക്വസ്റ്റ്യൻ ആയിട്ട് മെൻഷൻ ചെയ്യുക. സർക്കിൾ അല്ലെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി. സർക്കുലർ അറേഞ്ച്മെൻറ്റിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഭയങ്കര എളുപ്പമുള്ളൊരു ചോദ്യമാണ്, പക്ഷെ കുറച്ച് ചിന്തിക്കണം. ഞാൻ എന്തായാലും പിന്നീട് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് തരുന്നുണ്ട്. അതോടെ ഡൗട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പെട്ടെന്ന് തന്നെ ഇടാം. ഓക്കെ, ഇനി നമ്മൾ പയ്യെ ഒരു പോളിഗണൽ അല്ലെങ്കിൽ പോളിഗൺ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് കടക്കുവാണ്. പോളിഗൺ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ
നമ്മൾ ഇതുവരെ പഠിച്ച സർക്കുലർ അറേഞ്ച്മെന്റ് ഇല്ലേ, അതേപോലെ തന്നെയാണ് അറേഞ്ച്മെന്റ് ഒക്കെ വരുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല, ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. സർക്കിൾ പോലെ തന്നെ ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ ഫൈനൽ എക്സാമിലേക്ക് നോക്കാം, കൂടുതലും ക്വസ്റ്റ്യൻ വരുന്നത് ലീനിയർ അറേഞ്ച്മെന്റിൽ നിന്നാണ്, പിന്നീടാണ് സർക്കുലറിനും, അതും കഴിഞ്ഞിട്ടാണ് ഈ പോളിഗൺ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നത്. ഓക്കെ, PQRS ആർ പ്ലേയിങ് എ ഗെയിം ഓഫ് ക്യാരം. അപ്പം ക്യാരം ബോർഡ് കളിക്കുവാണെന്നാണ് പറഞ്ഞു വരുന്നത്. ക്യാരം ബോർഡ് എങ്ങനെ ആയിരിക്കുന്നത്? ഒരു സ്ക്വയർ ഷേപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ വരച്ചു. ഓക്കെ, P, R ആൻഡ് S, Q ആർ പാർട്ട്നേഴ്സ്. അപ്പോൾ പിയും ആറും എസും ക്യൂ ആണ് പാർട്ട്നേഴ്സ്. എസ് ഇസ് ടു ദ റൈറ്റ് ഓഫ് ആർ. ആർ ഇസ് ഫേസിങ് വെസ്റ്റ്. ആർ അപ്പോൾ എങ്ങോട്ടായിരിക്കുന്നത്? ആറ് ദാ ഇങ്ങോട്ടായിരിക്കുന്നത്. ആറിന്റെ പാർട്ട്ണർ ആരാ? പി ആണല്ലോ. അപ്പോൾ പി വിൽ ബി ലുക്കിംഗ് അറ്റ് ആർ, ക്യാരമിന്റെ റൂള് വെച്ചിട്ട്. ദെൻ ക്യൂ ഇസ് ഫേസിങ് വിച്ച് ഡയറക്ഷൻ എന്നാണ് ചോദ്യം. പിന്നെ ഒരു കാര്യം കൂടെ വന്നിട്ടുണ്ട്, എസ് ഇസ് ടു ദ റൈറ്റ് ഓഫ് ആർ. അപ്പോൾ എസ് എവിടെ ആയിരിക്കും? ഇവിടാണ് ഉണ്ടാവുക. അപ്പോൾ എസിന്റെ പാർട്ട്ണർ ആരാ? ക്യൂ ആണ്. ക്യൂ ഇസ് ഫേസിങ് വിച്ച് ഡയറക്ഷൻ? നോർത്ത് ഡയറക്ഷൻ. ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If 6 persons are sitting on a hexagonal table. ഹെക്സഗണിൽ എത്ര സൈഡ് ഉണ്ട് ഒരു ഹെക്സഗണിന്? ഹെക്സഗണിൽ 6 സൈഡ്സ് ഉണ്ട്. ഒരു റെക്റ്റാങ്കിൾ എത്ര സൈഡ് ഉണ്ട്? 4 സൈഡ്. ഓക്കെ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാനൊരു ഹെക്സഗൺ വരയ്ക്കാൻ പോവുകയാണ്. ഓ യെസ്, ഗുഡ്. അപ്പോൾ ഞാനൊരു ഹെക്സഗൺ വരച്ചിട്ടുണ്ട്. എല്ലാവരും if 6 people, അപ്പോൾ 6 കോർണറിലുള്ള ആൾക്കാർ, they are PQRSTU are facing each other. അപ്പോൾ എല്ലാവരും തമ്മിൽ നോക്കിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. P is sitting opposite to Q. അപ്പോൾ P എവിടെ ആണെങ്കിൽ Q എവിടാണ്? Q ഓപ്പോസിറ്റ് ആണ്. Who is between? ഓക്കെ, Q who is between. അപ്പോൾ Q എന്ന് പറയുന്നത് ആറിനും എസിനും ഇടയിലാണ്. അപ്പോൾ ആറും എസും ഇവിടെയോ അങ്ങനെ ആയിരിക്കാം. ഒന്നെങ്കിൽ എസ് ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ എസ് ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ആറ് ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ആറ് ഇവിടെ ആയിരിക്കും. അങ്ങനെയാണ് പറയുന്നത്. P is between T and U. അപ്പോൾ T U അല്ലെങ്കിൽ U T അല്ലെങ്കിൽ U T എന്ന് പറഞ്ഞ് പറയാം. T is to the left of S. T is to the left of S എന്നും പറയുന്നുണ്ട്. Which of them is facing R എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ നമ്മൾ കടന്നു കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഐഡിയാസ് കിട്ടും. സോ ഞാനൊരു അസംഷൻ തന്നെ എടുക്കാം, നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാൻ വേണ്ടി. Q is between R and S. ഓക്കെ, ആറും എസും ആണെന്ന് ഞാൻ അസ്യൂം ചെയ്തു. ഇതാണ് പൊസിഷൻ എന്ന് ഞാൻ അസ്യൂം ചെയ്തു. ദെൻ T is to the left of ആര്? ലെഫ്റ്റ് ഓഫ് എസ്. ഇവിടെ ലെഫ്റ്റ് വന്നു കഴിഞ്ഞാൽ എവിടാവും? ക്യൂവിന്റെ പൊസിഷനിൽ കയറി ഇരിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അതുകൊണ്ട് എസിന്റെ നമ്മൾ അസ്യൂം ചെയ്ത പൊസിഷൻ റോങ് ആണ്. അപ്പോൾ എസിന്റെ പൊസിഷൻ ഏതാ? എസിന്റെ പൊസിഷൻ ഇതാണ്. അപ്പോൾ ടിയുടെ പൊസിഷൻ ഏതാ? ടിയുടെ പൊസിഷൻ ഇതാണ്. ആറിന്റെ പൊസിഷൻ ഇതാണ്. അപ്പോൾ യുവിന്റെ പൊസിഷൻ ഇതാണ്. ഈ ക്വസ്റ്റ്യൻ എന്താ? ഹൂ ഈസ് ഫേസിങ് ആർ? ആരാണ്? ടി ആണ് ആറിനെ ഫേസ് ചെയ്യുന്ന. ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? യെസ്. ഫൈനൽ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് പർട്ടിക്കുലർ ടോപ്പിക്. ഭയങ്കര എളുപ്പമുള്ള ടോപ്പിക്കാണ്, പക്ഷേ നിങ്ങൾ മോർ ആൻഡ് മോർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്താലേ നിങ്ങൾക്ക് ഈ ഒരു 4 അല്ലെങ്കിൽ 5 മാർക്ക് ഫുള്ളായിട്ട് നേടാൻ പറ്റൂ. കുറച്ച് ടൈം കൺസ്യൂം ചെയ്യുന്നതാണ്. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ സ്പീഡ് കൂട്ടണം, അല്ലെങ്കിൽ നടക്കത്തില്ല. സോ ക്വസ്റ്റ്യൻ നോക്കിയാൽ 6 friends PQRSTU 6 പേരുണ്ട്. ഹെക്സഗണൽ ടേബിളിലാണ് ഇരിക്കുന്നത്. ഈച്ച് അറ്റ് 1 corner. ഓക്കെ, ഓരോ കോർണറിലുമാണ് ആൾക്കാർ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഹെക്സഗൺ വരയ്ക്കാം. ഓക്കെ, ഒന്നൊരു പണി ചെയ്യാം. ഇതാണ് നമ്മുടെ ഹെക്സഗൺ. പിടികിട്ടിയോ? നൗ എല്ലാവരും സെന്ററിലേക്കാണ് നോക്കുന്നതെന്നും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. പി ഈസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് യു. അപ്പോൾ യു ഇവിടെ ആണെങ്കിൽ പി എവിടെ ആയിരിക്കും? പി യുവിന്റെ ലെഫ്റ്റ് എങ്ങോട്ടാ? ഈ സൈഡിലോട്ടല്ലേ? അപ്പോൾ
സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ആവുമ്പോഴത്തേക്ക് പി ദാ ഇവിടെ ആയിട്ട് വരും. യെസ്, പി ഈസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് യു. ക്യൂ ഈസ് എ നെയ്ബർ ഓഫ് ആർ ആൻഡ് എസ്. അപ്പോൾ ക്യൂവിന്റെ പൊസിഷൻ ഇവിടെ വരാൻ പറ്റുമോ? ഇല്ല. ക്യൂവിന്റെ പൊസിഷൻ ഇവിടെ വരാൻ പറ്റുമോ? യെസ്, അവിടെ പറ്റത്തുള്ളൂ. ക്യൂവിന്റെ പൊസിഷൻ അവിടെ ആയിരിക്കും. ടി ഈസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എസ്. സോ ടി എന്ന് പറയുന്നത് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എസ് ആണ്. അപ്പോഴത്തേക്ക് ഒന്നെങ്കിൽ എസ് ഇവിടെ വരാം, എന്നിട്ട് ടി സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എസ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ ടി ഇവിടെ വരാം, അല്ലെങ്കിൽ എസ് ഇവിടെ വരാം, എന്നിട്ട് ടി ഇവിടെ വരാം. എസ് ഇവിടെ വരാം, എന്നിട്ട് ടി ഇവിടെ വരാം. അങ്ങനെയാണ് കണ്ടീഷൻ പറയുന്നത്. ഇനി നമുക്കുള്ളത് എന്താ? പിന്നെ വേറെ പറയുന്നുണ്ട് ക്യൂ ഇസ് എ നെയ്ബർ ഓഫ് ആർ ആൻഡ് എസ്. അപ്പോൾ എസിന് ദാ ഇവിടെ വരാനേ പറ്റത്തുള്ളൂ. ആറിൻ്റെ പൊസിഷൻ ദാ ഇവിടെ വരാനേ പറ്റത്തുള്ളൂ. ടീൻ്റെ പൊസിഷൻ ദാ അവിടെ വരാനേ പറ്റത്തുള്ളൂ. ഇനി വിച്ച് ഈസ് സിറ്റിംഗ് ഓപ്പോസിറ്റ് ടു എസ് എന്നാണ് നമ്മുടെ ചോദ്യം. ആരാണ്? ഓപ്ഷൻ ബി, പി ഈസ് ദി റൈറ്റ് ആൻസർ. സോ ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക് കംപ്ലീറ്റ് ആയിരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ചാപ്റ്ററുമായി കാണാം. സോ ഇനി നമ്മളുള്ള ചാപ്റ്റേഴ്സ് എല്ലാം മാക്സിമം ഒരു വീഡിയോ തന്നെ അങ്ങ് ഫിനിഷ് ചെയ്ത് വിടും. ഓക്കെ, വെറുതെ സെപ്പറേറ്റ് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. ഒറ്റ വീഡിയോയിൽ ഒരു ചാപ്റ്റർ. ഓക്കെ, ലെങ്ത് കൂടിയ ചിലപ്പം 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഒരു വീഡിയോ കാണും. നിങ്ങളത് സമയം കിട്ടുന്ന പോലെയൊക്കെ കണ്ടാൽ മതി. ഓക്കെ, യെസ്, താങ്ക് യു സോ മച്ച്. മൈ നെയിം ഈസ് നിതിൻ. താങ്ക് യു ഫ്രം അറിവ് പ്രോ മലയാളം. ബൈ.